പ്രിയപ്പെട്ട അജയ് ശേഖർ, എസ് ശ്യാംകുമാർ, MP മനോജ്, സദസ്സിലുള്ള പ്രിയപ്പെട്ടവരെ, ആദരണീയരെ, യഥാർത്ഥത്തിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വിഷയം ഇവിടെ അവതരിപ്പിക്കുന്നതിൽ. സാധാരണ ഇത് നവോത്ഥാനവും മറ്റു ചിലതും ആണ് വിഷയമായി വരാറുള്ളത്. നവോത്ഥാനത്തിന്റെ പിന്മാറ്റം ചർച്ചയ്ക്ക് എടുക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യ ബോധത്തിന്റെ കൂടി ഫലമാണ് എന്ന് ഞാൻ കരുതുന്നു. അധ്യക്ഷ എന്നുള്ള നിലയിൽ ധാരാളം പരിമിതികൾ ഉണ്ടെങ്കിലും എനിക്ക് ഈ വിഷയത്തിൽ ചിലത് പറയാനുണ്ട് എന്നുള്ളത് കൊണ്ടും വിഷയത്തിൽ നിന്നും മാറിപ്പോകരുത് എന്നുള്ളത് കൊണ്ടും ഞാനൊരു കുറിപ്പായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനത് വായിക്കുകൂടി ചെയ്യാം എന്ന് കരുതുന്നു. പ്രിയപ്പെട്ടവരെ, നവോത്ഥാന മൂല്യങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പിന്മാറ്റം കാലത്തിന്റെ ഒരു പ്രഹരം എന്നതുപോലെ തന്നെ പ്രധാനമാണ് നവോത്ഥാന പ്രക്രിയയുടെ പരിമിതികളും എന്ന് ഞാൻ കരുതുന്നു. ഒരു നൂറ്റാണ്ട് മുമ്പ് നാം വിട പറഞ്ഞു പോയ മൂല്യങ്ങളുമായി ഹിന്ദുത്വവാദം സർവശേഷിയോടെയും കേരള സമൂഹത്തെ വെല്ലുവിളിക്കുമ്പോൾ നമ്മുടെ സമുദായ പരിഷ്കരണത്തിന്റെ മൂല്യങ്ങൾക്ക് അതിനോട് ഏറ്റുമുട്ടി പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നതാണ് പ്രധാന പ്രശ്നം. അതായത്, ഏത് രാമൻ? സ്വന്തം പത്നിയെ കാട്ടിലെറിഞ്ഞ രാമനോ, ശൂദ്രനെ തലകീഴാക്കി കെട്ടിത്തൂക്കി കൊന്നുകളഞ്ഞ രാമനോ, ബാലിയെ ഒളിയം പെയ്ത് കൊന്നുകളഞ്ഞ രാമനോ എന്ന് മദൻ മോഹൻ മാളവിയോട് ചോദിച്ച സഹോദരൻ അയ്യപ്പൻ പ്രതിനിധാനം ചെയ്ത മൂല്യങ്ങളും സ്വന്തം മനസാക്ഷിയുടെ കോടതിയിൽ കർക്കശമായി രാമനെ വിചാരണ ചെയ്യുന്ന ചിന്താവിഷ്ടയായ സീത മുന്നോട്ട് വെച്ചിരുന്ന ബൗദ്ധികതയുടെ ഉന്മിഷത്വം എത്ര കണ്ട് നവോത്ഥാനം മുന്നോട്ട് കൊണ്ടുപോയി എന്നതും എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്നതും പ്രധാന ചോദ്യങ്ങളാണ്. 1850 മുതലുള്ള 50 വർഷം കൊണ്ട് കേരളം 500 വർഷം മുന്നോട്ട് കുതിച്ചുവെന്ന PK ബാലകൃഷ്ണന്റെ വാദത്തെയും 1888 അരുവിപ്പുറം പ്രതിഷ്ഠ, സമുദായ നവോത്ഥാനത്തിന്റെയും 1889 ഇന്ദുലേഖ സാഹിത്യ നവോത്ഥാനത്തിന്റെയും 1890 മരുമക്കത്തായ വിവാഹ ബില്ല് സാമൂഹിക നവോത്ഥാനത്തിന്റെയും 1891 മലയാളി മെമ്മോറിയൽ രാഷ്ട്രീയ നവോത്ഥാനത്തിന്റെയും നാഴികക്കല്ലുകളായി എന്ന നിരീക്ഷണത്തെയും ശരിവെച്ചുകൊണ്ടാണ് കേരളത്തിന്റെ നവോത്ഥാന പ്രക്രിയയെ വിശകലനം ചെയ്യേണ്ടതാണ്, കർക്കശമായി വിശകലനം ചെയ്യേണ്ടതാണ് എന്ന് ഞാൻ കരുതുന്നത്. നരൻ അശുദ്ധ വസ്തു പോലും, ധരയിൽ നടപ്പത് തീണ്ടലാണ് പോലും, നരകം ഇവിടമാണ് ഹന്ത കഷ്ടം, ഹരഹര ഇങ്ങനെ വല്ല നാടുമുണ്ടോ എന്ന് സിംഹനാദം എന്ന കൃതിയിൽ ആശാൻ ചോദിക്കുന്ന ചോദ്യം കേരളക്കരയിലെങ്ങും അക്കാലത്ത് അലയടിച്ചു എന്നത് വസ്തുതയാണ്. ഈ നരകത്തിന്റെ ദ്വീപിൽ സ്വർഗഗേഹം പണിയും പടുത്വമാണ് നവോത്ഥാനമെന്ന് വിശേഷിപ്പിക്കുന്നതിലും തരക്കേടില്ല. ആ പടുത്വം കേരള സമൂഹം ഇപ്പോഴും പല അവസരങ്ങളിലും പ്രതിഫലിപ്പിക്കുന്നു എന്നതും ഒരു സത്യമാണ്. കേരളീയ നവോത്ഥാനം എന്ന് നമ്മൾ സാധാരണയായി വിളിക്കുന്നത് 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കേരളത്തിലുണ്ടായ സമുദായ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ഫലമായി ഉണ്ടായ പുതിയ സാമൂഹ്യ സൃഷ്ടിയെയാണ്. ഈ പരിഷ്കാരങ്ങൾ ഒരു പുതിയ മലയാളിയെ സൃഷ്ടിച്ചുവെങ്കിലും യൂറോപ്പിലെ നവോത്ഥാനം വരുത്തിയ മാറ്റം കേരളത്തിൽ ഉണ്ടായില്ല. യൂറോപ്പിൽ രാഷ്ട്രത്തെ മതത്തിൽ നിന്ന് വേർപെടുത്തിയ, രാജാധികാരങ്ങൾക്ക് അറുതി വരുത്തിയ, വ്യവസായ വാണിജ്യങ്ങളിലോ സാഹിത്യ രംഗങ്ങളിലും കുതിച്ചാട്ടം ഉണ്ടാക്കിയ തരം ഒരു മാറ്റം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. കൊല്ലത്ത് നടന്ന വാണിജ്യ പ്രദർശനവും ജാതിജന്യ നാടുവാഴി ദുഷ്പ്രഭുത്വത്തിനെതിരെ ഉണ്ടായ മുന്നേറ്റം എന്ന EMS പരാമർശവും മറക്കുകയല്ല. കേരളീയ നവോത്ഥാനത്തിന്റെ പരിമിതികളുടെ കാരണങ്ങൾ എന്തായിരിക്കാം? ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണം നമ്മുടെ സാമൂഹികവും മതപരവുമായ ജീവിതത്തിൽ ഉയർത്തിയ പലതരം വെല്ലുവിളികളോടുള്ള പ്രതികരണമായിരുന്നു പ്രധാനമായും സമുദായ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. കേരളത്തിലെയും ഇന്ത്യയിലെയും ഹിന്ദു സമൂഹത്തിൽ നൂറ്റാണ്ടുകളായി ഉയർന്നു വന്നിരുന്ന സ്വതന്ത്രധാരകളും ആശയങ്ങളും
ഇസ്ലാം, പോർച്ചുഗീസുകാർ തുടങ്ങിയുള്ള വിദേശികളോടും അവരുടെ ആശയ ലോകത്തോടും സാമ്പത്തിക ലോകത്തോടുമൊക്കെയുള്ള ഇടപെടലുകൾ നടത്തിയിരുന്ന ഒരു ധനിക അവർണ വിഭാഗം കേരളത്തിൽ ഉണ്ടായി വന്നിരുന്നു. ഞാൻ ആ സാഹചര്യമാണ് പറയുന്നത്. നമ്മൾ സാധാരണഗതി പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ എന്തുകൊണ്ട് ഒരു അവർണ വിഭാഗം സാമ്പത്തികമായി മുന്നോട്ട് വന്നിരുന്നു എന്നുള്ള സൂചന മാത്രം. ആറാട്ടുപുഴ വേലായുധ പണിക്കരെ പോലെയുള്ള അവർ അവകാശങ്ങൾ ചോദിച്ചു തുടങ്ങിയിരുന്നു. മലബാറിലെ അറബി കച്ചവടങ്ങളെ തുടർന്ന് ഉയർന്നു വന്ന ഇസ്ലാം മറ്റൊരു യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കാൻ മലബാറിനെ നിർബന്ധിച്ചുകൊണ്ടുമിരുന്നു. തിരുവിതാംകൂറിലെ ക്രിസ്ത്യാനികൾ വിദ്യാഭ്യാസത്തിലും കൃഷി വാണിജ്യങ്ങളിലും മേൽക്കൈ സ്ഥാപിച്ചതും നിലവിലുണ്ടായിരുന്ന അവസ്ഥയാണ്. ഇത് മതജാതി വ്യവസ്ഥകളിൽ വിള്ളലുണ്ടാക്കിയിരുന്നു. ഹൈദരാലിയുടെയും ടിപ്പുവിന്റെയും കാലത്തുണ്ടായ കാർഷിക ബന്ധങ്ങളിലെ മാറ്റങ്ങൾ കർഷകരിൽ പുതിയ അഭിലാഷങ്ങൾ ഉണർത്തി. ഹിന്ദു സമൂഹത്തിനുള്ളിലെ മതത്തെ പുതുതായി യഥാർത്ഥത്തിൽ മതം ഹിന്ദു സമുദായത്തിൽ ഉയർന്നു വരുന്ന അതിനെയാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഉൽപ്പതിഷ്ണുതയോടെ കണ്ട ഗുരുക്കന്മാരും ജനങ്ങളിൽ പുതിയ പ്രകാശം പരത്തി. 1921 മലബാർ കലാപത്തിന്റെയും ബ്രിട്ടീഷ് മതപരിഷ്കരണ നിയമങ്ങളുടെയും സാഹചര്യമാണ് ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും മറ്റും ആരംഭിച്ച സമുദായ പരിഷ്കരണ ശ്രമങ്ങൾ കേരളത്തിലെമ്പാടും നവ പ്രസ്ഥാനങ്ങളെ സൃഷ്ടിച്ചത്. നമ്പൂതിരി സമുദായത്തെ അടിസ്ഥാനമാക്കിയുള്ള പരിഷ്കരണ പ്രസ്ഥാനങ്ങളും 1921 കലാപങ്ങളുടെ പ്രതിഫലനമായിരുന്നു എന്ന് നമ്മൾ സൂക്ഷ്മമായി വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. നമ്മുടെ ഹിന്ദു സമുദായത്തിൽ മാറ്റങ്ങൾ വരുത്തുക എന്നല്ലാതെ പുതിയ മാനവീയതയോ മനുഷ്യരെയോ സൃഷ്ടിക്കുക എന്നത് പുതിയ പ്രസ്ഥാനങ്ങളുടെ ലക്ഷ്യമായിരുന്നില്ല. അതാണ് ഞാൻ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്ന പോയിന്റ്. അതാണ് മലബാർ കലാപത്തിന്റെ അടിസ്ഥാനം കാർഷിക ബന്ധങ്ങളിലാണ് എന്ന് പറഞ്ഞ് മാപ്പിളമാരെ നവോത്ഥാന പ്രക്രിയയുമായി ചേർത്ത് നിർത്തിയത് EMSനെ പോലുള്ള കമ്മ്യൂണിസ്റ്റുകാർ മാത്രമായിരുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ കോളനി വിരുദ്ധ പോരാട്ടമായിരുന്നു 1921 കലാപം. അതിന്റെ കൂടെ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ മനുഷ്യത്വത്തെ സൃഷ്ടിക്കുന്നതിന് പകരം മുസ്ലിമിനെ അപരരായി കണ്ട് മാറ്റി നിർത്തിയത് നമ്മുടെ നവോത്ഥാന പ്രക്രിയയുടെ വലിയൊരു ന്യൂനതയായിരുന്നു. അതേ സമീപനമാണ് ക്രിസ്ത്യാനികളോടും ദളിതരോടും ആദിവാസികളോടും ഒക്കെ നവോത്ഥാനം പുലർത്തിയത്. അതിനാൽ ഹിന്ദു സമുദായത്തിലെ ഒരു പരിമിത പരിഷ്കാരമായി കേരളത്തിന്റെ നവോത്ഥാന പ്രക്രിയ നിലനിന്നു. 16-ാം നൂറ്റാണ്ടിലെ ഗുരുനാനാക്കിന്റെ സിഖ് മത രൂപീകരണവും അതിലുണ്ടായ മൂല്യച്യുതികളോടുള്ള പടവട്ടലായി തീർന്ന 20-ാം നൂറ്റാണ്ടിലെ അകാലിദൾ പ്രസ്ഥാനത്തെയും ഗുണദോഷ വിചാരങ്ങൾക്ക് മെനക്കെടാതെ ഇവിടെ ഞാൻ ഓർത്തു പോവുകയാണ്. ഇന്ത്യയിലെ ഫാസിസ്റ്റ് മുന്നേറ്റത്തോട് പൊരുതാൻ എല്ലുറപ്പ് കാണിക്കുന്ന വിഭാഗം പഞ്ചാബികളാണെന്നത് അവരുടെ നവോത്ഥാന പ്രക്രിയയുടെ ബലം കൂടിയാണ്. കേരളത്തിലെ ഹിന്ദു സമൂഹവും ന്യൂനപക്ഷങ്ങളും എന്ന വിഭജനം നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നതിന്റെ ഒരു കാരണം നവരാഷ്ട്രീയ പൗരത്വത്തെ നവോത്ഥാനം സൃഷ്ടിച്ചില്ല എന്നതും ആണ്. പുതിയ മനുഷ്യരെ സൃഷ്ടിക്കാത്ത ഈ നവോത്ഥാനം സ്ത്രീകൾക്കും നൽകിയത് ഒരു പരിമിത പരിഷ്കാരമായിരുന്നു. പൗരാണിക സ്റ്റീരിയോ ടൈപ്പുകളും മുതലാളിത്ത ആശയവും സമാസമം ചേർത്തുണ്ടാക്കിയ വീട്ടമ്മവൽക്കരണത്തിന് വളക്കൂറുള്ള മണ്ണായി വീട് എന്ന സങ്കല്പം ചിട്ടപ്പെട്ടത് ഈ പരിമിതിയുടെ തുടർച്ചയിലാണ്. ശബരിമല സ്ത്രീ പ്രവേശത്തോട് അനുബന്ധമുണ്ടായ കോലാഹലങ്ങൾ ഇങ്ങനെയുള്ള ഒരു മൂശയിൽ നിന്ന് വന്ന ഉപകരണങ്ങളാണ്. കേരളീയ നവോത്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോയത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരാണ്. ദളിതർക്ക് ഭൂമി, വിദ്യാഭ്യാസം, പൗരാവകാശം എന്നിവ അയ്യങ്കാളി ഉന്നയിച്ചുവെങ്കിലും ഇവ നടപ്പാക്കിയെടുത്തത് കമ്മ്യൂണിസ്റ്റുകാരാണ്. പക്ഷേ പരിമിത പരിഷ്കാരത്തിന്റെ ഉള്ളിൽ ദളിത് ജീവിതം ഇന്നും കേരളത്തിൽ വിദ്യാഭ്യാസം, ഭൂവുടമസ്ഥത, പൗരാവകാശം എന്നിവയുടെ കാര്യത്തിൽ പിന്നോക്കം തന്നെയായി നിൽക്കുന്നു. മറ്റ് പിന്നോക്ക വിഭാഗങ്ങളും തീരവാസി, ആദിവാസി വിഭാഗങ്ങളുടെ അവസ്ഥ വിഭിന്നമല്ല. നമ്മുടെ സാംസ്കാരിക, സാമൂഹിക അധികാര ബന്ധങ്ങളിലെല്ലാം നവോത്ഥാന മാനവികതയുടെ പരിമിതി നിലനിൽക്കുന്നു. കേരളീയ നവോത്ഥാനത്തിന്റെ പരിമിതികളെ മറികടക്കുന്ന ജാതി മത വേലിക്കെട്ടുകളെ തകർത്തു മുന്നേറുന്ന ഒരാശയത്തിനും പ്രസ്ഥാനത്തിനും മാത്രമേ
കേരള സമൂഹം ആർജിച്ച നേട്ടങ്ങളെ നിലനിർത്തുന്നതിനും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും. ഇത് എൻ്റെ കുറിപ്പ് കഴിയാണ്. ഞാനിത് ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതി തയ്യാറാക്കി കൊണ്ടുവരുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ ഒരു കൊച്ചു ഗ്രാമമുണ്ട്, പന്തളത്തിനടുത്തുള്ള തുമ്പമൺ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമം. യഥാർത്ഥത്തിൽ വളരെ പുരാതന കാലം മുതൽ തന്നെ എഡ്യൂക്കേഷണൽ ഹബ്ബ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ വിദ്യാഭ്യാസം മുന്നേറ്റമുള്ള ഒരു സമൂഹമായിരുന്നു. അപ്പോൾ എനിക്ക് നേരിട്ട് പരിചയമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇങ്ങനെ കാണാനും കേൾക്കാനും നിരീക്ഷിക്കാനും ഒക്കെ പ്രായമായ കാലം മുതൽ തന്നെ എൻ്റെ ഗ്രാമം, അവിടെ നായർ, സുറിയാനി, ക്രിസ്ത്യാനി ഉള്ള ഒരു മുന്നോക്ക വിഭാഗവും ഗ്രാമത്തിന്റെ തന്നെ വളരെ അതിരുകളിൽ താമസിക്കുന്ന ദളിത് വിഭാഗം, അവിടെ മുസ്ലിങ്ങൾ ഇല്ല, ആയിരുന്ന ഒരു കൊച്ചു ഗ്രാമമാണ്. 7000 ചില്ലുവാനും ആളുകളെ ആ ഗ്രാമത്തിലുള്ളൂ. കേരളത്തിലെ തന്നെ ഏറ്റവും ചെറിയ ഗ്രാമമാണ്. പക്ഷെ ഇപ്പോ ഈ 2024 നിന്ന് നോക്കുമ്പോഴും, ഞാൻ വളരെ വിപുലമായൊരു ഡാറ്റ കളക്ഷനിൽ നടത്തിയ ഒരു അഭിപ്രായ പ്രകടനമല്ല, എൻ്റെ നിരീക്ഷണങ്ങളിൽ നിന്നുള്ള അവസ്ഥയ്ക്ക് വ്യത്യാസമില്ല. ആ പിന്നോക്ക അവസ്ഥയ്ക്ക് വ്യത്യാസമില്ല. ഇപ്പോഴും മുന്നിൽ നിൽക്കുന്ന നായർ, സുറിയാനി, ക്രിസ്ത്യാനി വിഭാഗങ്ങളാണ് അവിടെ ഉള്ളത്. ഇതിന്റെ വിപുലമോ വിശാലമോ അല്ലെങ്കിൽ കുറച്ചുകൂടി വ്യത്യസ്തമോ ആയ അവസ്ഥ തന്നെയാണ് കേരളത്തിലെമ്പാടുമുള്ളത് എന്ന് കേരള സമൂഹത്തെ നിരീക്ഷിക്കുന്നവർക്ക് മനസ്സിലാവും. നമ്മൾ ഇന്ന് ആശങ്കപ്പെടുന്ന, ഒരുപക്ഷെ നാളെ എന്താകുമെന്ന് കരുതുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹ്യ അവസ്ഥ കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ള സത്യമാണ്. ഇതിനകത്ത് ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ നവോത്ഥാന കാലഘട്ടങ്ങളിൽ ഉരുത്തിരിഞ്ഞു വന്ന ഹിന്ദു എന്ന് പറയുന്ന ഒരു കൊണോട്ടേഷൻ, അല്ലെ ഒരു അവസ്ഥയും, അതിനപ്പുറത്ത് അപരത്വത്തിലാണ് ബാക്കി എല്ലാവരും നിൽക്കുന്നത്. ഈ മാർജിൻ ഒരുപക്ഷെ നവോത്ഥാനത്തിന്റെ വളരെ ഉന്മേഷഭരിതമായ ഒരു കാലഘട്ടത്തിൽ ആ മാർജിൻ മാത്രമാണ് നിലനിന്നിരുന്നെങ്കിൽ പിന്നീട് അതൊരു മതിലായും പിന്നീട് അതൊരു വിള്ളലായും വരുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് പലരും വിലയിരുത്താറുണ്ട്, ഇത്തരത്തിൽ നിലനിൽക്കുന്നതാണ്, ഈ സമവാക്യം ഇങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ സാംസ്കാരിക ദേശീയതയും മറ്റും രാഷ്ട്രീയമായി കടന്നു വരാത്തതെന്ന്. പക്ഷേ അത് വളരെ കുറച്ചു കാലത്തേക്ക് മാത്രമേ അതിനെ തടഞ്ഞു നിർത്താനാവൂ എന്ന് കേരളം ഇന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഈ ഇന്നത്തെ ചർച്ച വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ എൻ്റെ അധ്യക്ഷ വിചാരങ്ങളിൽ നിന്ന് പിന്മാറുന്നു. ഡോക്ടർ അജയ് ശേഖറിനെ അദ്ദേഹത്തിന്റെ വാദങ്ങൾക്കായി ക്ഷണിക്കുന്നു. ആദരണീയായ അധ്യക്ഷ പ്രൊഫസർ സുജാ സൂസൻ ജോർജ്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളായിട്ടുള്ള MP മനോജ്, ശ്യാംകുമാർ, മറ്റ് നിരവധി സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ വന്ദനം. നവോത്ഥാനത്തിൻ്റെ പിന്മാറ്റങ്ങൾ എന്ന് പറയുന്ന ഈ സെഷൻ ഒരുപക്ഷെ ഈ രാജ്യാന്തര സാഹിത്യ സമ്മേളനത്തിലെ, ഉത്സവത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള, പ്രത്യേകിച്ച് വർത്തമാന പ്രസക്തിയുള്ള, രാഷ്ട്രീയ സാംസ്കാരിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ്. ഇതിലേക്ക് എന്നെ ക്ഷണിച്ച അക്കാദമിയെയും അതിൻ്റെ സംഘാടകരെയും ഞാൻ എൻ്റെ സന്തോഷവും കൃതജ്ഞതയും അറിയിക്കുന്നു. അതുപോലെ തന്നെ നവോത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ കേരള നവോത്ഥാനത്തിൻ്റെ വ്യതിരിക്തത എന്താണ് എന്നുകൂടി നാം ചരിത്രപരമായി പഠിക്കുകയും അടയാളപ്പെടുത്തുകയും വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. യഥാർത്ഥത്തിൽ അത് കീഴാളമായ ഒരു നവോത്ഥാനമായിരുന്നു എന്നുള്ളതാണ്. സാമൂഹ്യമായ അടിത്തട്ടിൽ നിന്ന് തുടങ്ങുകയും അവർണർ എന്ന് പറയുന്ന ജാതിബാഹ്യരുടെ അല്ലെങ്കിൽ വർണ്ണബാഹ്യരുടെ, ജാതിബാഹ്യരുടെ നേതൃത്വത്തിൽ നടക്കുകയും പിന്നീട് മാത്രം അത് സവർണമായിട്ടുള്ള മേഖലകളിലേക്ക്, സാമുദായികതയിലേക്ക് വരികയും ഒരു ഹൈന്ദവ നവോത്ഥാനത്തിൻ്റെ ഒരു ബാഹ്യ പ്രകടന പരത, പെർഫോമൻസ് ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അപ്പം അതിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള ഒരു സന്ദേശം അല്ലെങ്കിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യരാവുക, മനുഷ്യൻ നന്നാവുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ജാതി ശരീരങ്ങളിൽ നിന്നും
ജാതി ജന്മിത്വത്തിൽ നിന്നും ജാതി ലിംഗ മേൽക്കോയ്മയിൽ നിന്നും ശ്രേണീകൃതമായ അസമത്വത്തെ ഭേദിച്ചുകൊണ്ട് വർണ്ണബാഹ്യരായ ജാതിബാഹ്യരായ മനുഷ്യരായി രൂപം കൊള്ളുകയും പുതിയ മനുഷ്യ വിഷയികളുടെ പുതിയ നവീനമായ ഒരു മാനവിക കർത്തൃത്വത്തിന്റെ ഉദയവും സാധ്യതയും കൂടിയായിരുന്നു യഥാർത്ഥത്തിൽ ഈ മനുഷ്യരാവുക, മനുഷ്യൻ നന്നാവുക. മതമേതുമായിക്കൊള്ളട്ടെ, മതവിമർശ ചിന്തയ്ക്കും പ്രാധാന്യം കൊടുക്കുന്ന, യുക്തിചിന്തയ്ക്കും നൈതിക വിചിന്തനത്തിനും പ്രാഥമികതയുള്ള, നീതിക്കും സത്യത്തിനും വേണ്ടിയുള്ള യുക്തിചിന്തയുടെ മാർഗത്തെ തുറന്ന ഒരു വിശ്വോത്തരമായ ഒരു പ്രഖ്യാപനവും കൂടിയായിരുന്നു നവോത്ഥാനത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത്. അപ്പൊ അത് ഈ പുതിയ മനുഷ്യ വിഷയികളുടെ രാഷ്ട്രീയ പ്രവേശം, അല്ലെങ്കിൽ നവീനരായിട്ടുള്ള മനുഷ്യ കർത്തൃത്വങ്ങളുടെ ഉദയം, അതിനെയാണ് യഥാർത്ഥത്തിൽ ജനായത്വം എന്നും നാം ലോകത്ത് വിളിക്കുന്നത്. അപ്പൊ ജനായത്വം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ നവീന മനുഷ്യ വിഷയികളുടെ പ്രാതിനിധ്യത്തിലൂടെയുള്ള രാഷ്ട്രീയത്തെയാണ് യഥാർത്ഥത്തിൽ ജനായത്വം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ നവോത്ഥാനത്തിന്റെ മറ്റൊരു രാഷ്ട്രീയത്തിന്റെ ഒരു അടിസ്ഥാന ധാര അല്ലെങ്കിൽ വ്യവഹാരം, വിമോചനാത്മകമായ അതിന്റെ വ്യവഹാര തലം എന്ന് പറയുന്നത് മനുഷ്യരാവുക, മനുഷ്യൻ നന്നാവുക എന്ന് മാത്രമല്ല, വളരെ പ്രാഥമികമായ പ്രാതിനിധ്യത്തിലൂടെ വിവിധ സാമൂഹ്യ വിഭാഗങ്ങളുടെ തുല്യ അവസരത്തിലേക്കുള്ള അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനായത്വത്തിലേക്കുള്ള, സാമൂഹ്യ ജനായത്വത്തിലേക്കുള്ള പ്രവേശവും കൂടിയായി. നവോത്ഥാനത്തിന്റെ കാതലായ സന്ദേശം യഥാർത്ഥത്തിൽ മാനവികതയും മതേതര ചിന്തയും മാത്രമല്ല, പ്രാതിനിധ്യ ജനായത്വം എന്ന് പറയുന്ന സാമൂഹ്യ ജനായത്വം, ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ തന്നെ ആധാരമായിരിക്കുന്ന ബാബാ സാഹേബ് അംബേദ്കർ വിഭാവനം ചെയ്ത സാമൂഹ്യ ജനായത്വം, സാമൂഹ്യ നീതി ചിന്തയിൽ ഊന്നിയിട്ടുള്ള നമ്മുടെ റിപ്പബ്ലിക്കിന്റെ അടിസ്ഥാന മൂല്യങ്ങളായിട്ടുള്ള ജനായത്വത്തിന്റെ തന്നെ, ലോകത്തെ ജനായത്വത്തിന്റെ തന്നെ അടിസ്ഥാന ആശയങ്ങളായിട്ടുള്ള സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആധുനികതയുടെ ജനായത്വ മൂല്യങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ കേരള നവോത്ഥാനത്തിലൂടെയും വികസിച്ചു വന്നത്. അപ്പോ യഥാർത്ഥത്തിൽ ഈ പ്രാതിനിധ്യത്തിന്റെ രാഷ്ട്രീയത്തിന് ആണ് പിന്നോട്ടടി സംഭവിച്ചിട്ടുള്ളത്. ശ്രേണീകൃത അസമത്വമുള്ള ഒരു സമൂഹത്തിൽ സാമൂഹ്യ അനീതിയും വിവേചനവും അതുപോലെ തന്നെ സാമൂഹ്യ അസമത്വവും ആയിരത്താണ്ടുകളായിട്ടുള്ള ഒരു സമൂഹത്തിൽ യഥാർത്ഥത്തിൽ സാമൂഹ്യ നീതി കൈവരിക്കുക, സാമൂഹ്യമായിട്ടുള്ള പ്രാതിനിധ്യം ഉണ്ടാവുക, അതിലൂടെയാണ് സാമൂഹ്യ ജനായത്വം സഫലമാകുന്നത് അല്ലെങ്കിൽ സാധുവാകുന്നത്. അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ പ്രാതിനിധ്യത്തിന്റെ ഒരു രാഷ്ട്രീയം. അതിൽ നിന്ന് ഒലിഗാർക്കിയുടെ ഒരു വരേണ്യ കുത്തക ഭരണത്തിലേക്ക് നാം വീണുപോയി എന്നുള്ളതാണ് ഇവിടെ അധ്യക്ഷ തന്നെ സൂചിപ്പിച്ചതുപോലെ. ഒരു നായർ നസ്രാണി ഒലിഗാർക്കിയുടെ ഭീകരതയിലേക്ക്, അമിത പ്രാതിനിധ്യത്തിലേക്ക്, എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള നവോത്ഥാനത്തിന്റെയും ജനായത്വത്തിന്റെയും അന്ത്യം എന്നാണ് ഒലിഗാർക്കി എന്ന് പറയുന്നത്. അംബേദ്കർ മാത്രമല്ല, അംബേദ്കറുടെ ഒരു പ്രയോഗമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒലിഗാർക്കി അനശ്വരമാക്കിയത്. അതിന് തൊട്ടു മുമ്പ് തന്നെ അന്റോണിയോ ഗ്രാംഷി ഇറ്റാലിയൻ ചരിത്രത്തെ പരിശോധിച്ചുകൊണ്ട്, ഫാഷിസത്തെ വിചിന്തനം ചെയ്തുകൊണ്ട്, ഇറ്റാലിയൻ ഫാഷിസവും ജർമ്മനിയിലെ നാസിസത്തെയും വിശകലനം ചെയ്തുകൊണ്ട് യൂറോപ്പിന്റെ ഹോളോകോസ്റ്റ് അനുഭവത്തിന് സമാന്തരമായതിന് തൊട്ടു മുമ്പ് നടത്തിയ നിരീക്ഷണവും ഇത് തന്നെയാണ്. ഒരു വരേണ്യ കോയ്മ അല്ലെങ്കിൽ ഏതാനും വരേണ്യരുടെ കുത്തക ഭരണം, അമിത പ്രാതിനിധ്യത്തിന്റെ ഭരണം നടക്കുമ്പോൾ അല്ലെങ്കിൽ നടമാടുമ്പോൾ, നാട്ടുനടപ്പാകുമ്പോൾ അടിസ്ഥാന ജനതയ്ക്ക് പ്രാതിനിധ്യം നിഷേധിക്കപ്പെടും. അടിസ്ഥാന ജനതയ്ക്ക് പ്രാതിനിധ്യവും ശബ്ദവും നിർവാഹത്വവും ഇല്ലെങ്കിൽ അവർ വെറും ഫാഷിസത്തിന്റെ ആൾക്കൂട്ടങ്ങളായി മാറി അതിനെ പിന്തുണയ്ക്കും. അങ്ങനെ ഫാഷിസം വീണ്ടും വീണ്ടും അധികാരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോ ഫാഷിസത്തെ കുറിച്ച്, പ്രത്യേകിച്ച് ഇന്ത്യൻ ഫാഷിസത്തെ കുറിച്ച് അടക്കം വിശകലനം ചെയ്യാൻ കഴിയുന്ന വലിയ ഒരു വിചിന്തന മാതൃകയാണ് ഇറ്റാലിയൻ ചരിത്രത്തിലെ, രാഷ്ട്രീയ ചരിത്രത്തിലെ ഒലിഗാർക്കിയെ വിമർശിച്ചുകൊണ്ട് അന്റോണിയോ ഗ്രാംഷി ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുമ്പ് നടത്തിയത്. സമകാലത്ത് തന്നെയാണ് ബാബാ സാഹേബ് അംബേദ്കർ, ഇന്ത്യൻ ജനായത്വത്തിന്റെ വിധാതാവായ ബഹുജനങ്ങൾ ഒരു നവബുദ്ധനായി തന്നെ കാണുന്ന ബാബാ സാഹേബും നിരീക്ഷിച്ചത് ഡ്യൂ ആൻഡ് ആഡിക്വേറ്റ് റെപ്രസെന്റേഷൻ ഓഫ് ഓൾ കമ്മ്യൂണിറ്റീസ് എന്ന അദ്ദേഹത്തിന്റെ സ്വപ്നം. വട്ടമേശ സമ്മേളനങ്ങൾക്ക് ലണ്ടനിൽ പോകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന 1928 നെഹ്റു റിപ്പോർട്ട് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഓൾ പാർട്ടി കോൺഫറൻസിൽ ഉണ്ടായിട്ടുള്ള ഒരു കരട് രേഖ, നമ്മുടെ ഇപ്പോഴത്തെ NEP-യുടെ കരട് രേഖ എന്നൊക്കെ പറയുന്നത് പോലെ, ആ നെഹ്റു റിപ്പോർട്ട് 28 പുറത്തേക്ക് വരുന്ന സമയത്ത് തന്നെ അംബേദ്കർ ബദലായിട്ട് ഒരു ഇന്ത്യൻ ഭാവിയുടെ ഒരു
കോൺസ്റ്റിറ്റ്യൂഷൻ അദ്ദേഹം ഡ്രാഫ്റ്റ് ചെയ്യുകയാണ്. ആ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ടാണ് അദ്ദേഹം വട്ടമേശ സമ്മേളനങ്ങൾക്ക് പോവുകയും അവിടെ പ്രാതിനിധ്യത്തിന്റെ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു. അപ്പൊ അംബേദ്കറുടെ ഒരു സുചിന്തിതമായ, അന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ നീതി നിയമ വിദഗ്ധനും ഭരണഘടനാ വിദഗ്ധനും സാമൂഹ്യ ശാസ്ത്രകാരനും സാമ്പത്തിക വിശാരദനും ഒക്കെ ആയിട്ടുള്ള അംബേദ്കറാണ് അവിടെ ഈ ഒലിഗാർക്കിയുടെ ഭീഷണിയെ കുറിച്ച് പറയുന്നത്. കേവലം അധികാര കൈമാറ്റം കൊളോണിയൽ ഭരണകൂടത്തിൽ നിന്ന് ഉണ്ടായാൽ അത് ജാതി ഹിന്ദു വരേണ്യരിലേക്കുള്ള, അല്ലെങ്കിൽ ഓൾറെഡി നൂറ്റാണ്ടുകളായി ഇവിടെ കുത്തക ഭരണം നിലനിർത്തിയിരിക്കുന്ന ഏതാനും വർണ്ണങ്ങളിലേക്കുള്ള, സവർണരിലേക്കുള്ള, ജാതി ഹിന്ദുക്കളിലേക്കുള്ള ഒരു അധികാര കൈമാറ്റമായിരിക്കും. അത് ആകരുത്. ഒരു പുതിയ ജനായത്ത സ്റ്റേറ്റ്, ഒരു പോസ്റ്റ് കൊളോണിയൽ ന്യൂ നേഷൻ ഉണ്ടാകണമെങ്കിൽ, അത് ഡെമോക്രാറ്റിക് ആയിട്ട് ഉണ്ടാകണമെങ്കിൽ അടിസ്ഥാന ജനതയ്ക്ക് പ്രാതിനിധ്യം നിഷേധിക്കപ്പെട്ട, നൂറ്റാണ്ടുകളായി ജാതിയുടെയും വർണ്ണത്തിന്റെയും ലിംഗത്തിന്റെയും മതത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് പൗരത്വവും മാനവികതയും മനുഷ്യത്വവും എല്ലാ തരത്തിലുള്ള ക്യാപിറ്റലുകളും നിഷേധിക്കപ്പെട്ട, അധികാരത്തിൽ നിന്ന് പ്രാതിനിധ്യത്തിൽ നിന്ന് ജനായത്തപരമായി പറയുമ്പോൾ പ്രാതിനിധ്യമില്ലാതിരിക്കുന്ന, പ്രാതിനിധ്യരാഹിത്യം നൂറ്റാണ്ടുകളായി അനുഭവിക്കുന്ന ജനതയ്ക്ക് പ്രാതിനിധ്യം ഉണ്ടാകണം. ഡ്യൂ ആൻഡ് ആഡിക്വേറ്റ് റെപ്രസെന്റേഷൻ ഓഫ് ഓൾ കമ്മ്യൂണിറ്റീസ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഒറിജിനൽ വേർഡിംഗ് എന്ന് പറയുന്ന ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോ നമുക്കറിയാം 32 പൂന പാക്റ്റിലൂടെ അദ്ദേഹം അതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വന്നു. കാരണം അത് മാനവികമായിട്ടുള്ള അദ്ദേഹത്തിന്റെ മനുഷ്യ കാരുണിക ചിന്തയുടെ, മഹാകരുണയുടെയും കൂടി എക്സ്പ്രഷനാണ്. ഗാന്ധിജിയുടെ ജീവൻ, ഒരു ദേശീയ നേതാവിന്റെ ജീവൻ നഷ്ടമാകില്ലല്ലോ, അല്ലെങ്കിൽ താൻ എടുത്ത ഒരു നിലപാടിലൂടെ ജീവൻ പോകരുതല്ലോ എന്ന് കരുതിയാണ്, ജീവകാരുണ്യ പരമായിട്ടാണ് ഗുരു എഴുതിയതുപോലെ കൊല്ലുന്നവനില്ല ശരണ്യത, മറ്റെല്ലാവിധ നന്മയുമാർന്നിടിലും കൊല്ലായികിൽ അവൻ ഗുണമുള്ള പുമാൻ, അല്ലായികിൽ മൃഗത്തിനു തുല്യനവൻ. അങ്ങനെ മൃഗതുല്യനാകാതെ മനുഷ്യനായിക്കൊണ്ടാണ് ബാബാ സാഹേബ് ആ ജീവകാരുണ്യ പ്രവൃത്തി എന്ന നിലയിലാണ് തൽക്കാലത്തേക്ക് തന്റെ ജനതയുടെ, അടിസ്ഥാന ജനതയുടെ, ഇന്ത്യയിലെ ബഹുജന കോടികളുടെ പ്രാതിനിധ്യത്തിന് ഒരു തൽക്കാലം അദ്ദേഹം ഒരു ഒത്തുതീർപ്പ് സമ്മതിച്ചു. പക്ഷേ 46-ൽ വളരെ അധികം പോരാട്ടങ്ങളിലൂടെ അദ്ദേഹം ബംഗാളിൽ പോയി നിന്ന് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് വന്ന ആ സമയത്ത് അദ്ദേഹം ഫണ്ടമെന്റൽ റൈറ്റിലാണ് ഇത് ഉൾച്ചേർത്തിരിക്കുന്നത്. രാഷ്ട്രീയ പ്രാതിനിധ്യം എന്ന് പറയുന്നത് ജന്മാവകാശമാണ്, പൗരാവകാശമാണ്. അടിസ്ഥാന പൗരാവകാശവും മനുഷ്യാവകാശവും തന്നെയാണ്. ഇവിടെ പിറന്ന ആർക്കും രാഷ്ട്രീയ പ്രാതിനിധ്യത്തിനുള്ള പ്രാഥമികമായ അവകാശമുണ്ട്. ഇത് ആരുടെയും ഔദാര്യമല്ല. അതിനെ അംഗീകരിച്ചാൽ മതി. അമിത പ്രാതിനിധ്യ കുത്തകയിലിരിക്കുന്ന ഈ പറയുന്ന ഒലിഗാർക്കി അല്ലെങ്കിൽ വരേണ്യരായിട്ടുള്ള ഏതാനും ചില സമുദായങ്ങൾ, B2, K2 എന്നൊക്കെ പറയുന്നത് പോലെയുള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നായർ നസ്രാണി, നായർ സ്വരാജ്യം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ആ അമിത പ്രാതിനിധ്യത്തിൽ ഇരിക്കുന്ന നമ്മുടെ കുത്തക സഹോദരങ്ങൾ അടിസ്ഥാന ജനതയുടെ, പ്രാതിനിധ്യമില്ലാത്തവരുടെ പ്രാതിനിധ്യത്തെ ഒന്ന് അംഗീകരിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അംബേദ്കർ അവിടെ സൂചിപ്പിച്ചത്. അതുകൊണ്ടാണ് ഫണ്ടമെന്റൽ റൈറ്റ് പാർട്ട് 3-ൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്ന് അദ്ദേഹം നെയിം ചെയ്തിരിക്കുന്ന രണ്ട് ഔദ്യോഗിക ഭാഷകളിൽ രാഷ്ട്രഭാഷ ഉണ്ടെന്നാണ് നിതീഷ് കുമാർ പറയുന്നത്. അങ്ങനെ ഒരു ഭാഷയില്ല. ഭരണഘടനാപരമായി നോക്കുമ്പോൾ രാഷ്ട്രഭാഷയെന്നോ ദേശീയ ഭാഷയെന്നോ ഒരു ഭാഷയില്ല. നമ്മുടെ 8th ഷെഡ്യൂളിലുള്ള 22 ഭാഷകൾ, അതുപോലെ തന്നെ ഔദ്യോഗിക ഭാഷയായ സ്റ്റേറ്റിന്റെ 2 ഔദ്യോഗിക ഭാഷകൾ ഇംഗ്ലീഷും ഹിന്ദിയും, ഇതെല്ലാത്തിനും തുല്യമായ പദവിയും പിന്നെ എന്താണ് അക്നോളജ്മെന്റുമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. അപ്പൊ അദ്ദേഹം അവിടെ കൊടുത്ത ഫണ്ടമെന്റൽ റൈറ്റിലാണ്, പാർട്ട് 3-ൽ ഫണ്ടമെന്റൽ റൈറ്റിലാണ് 16(4)ലും ആർട്ടിക്കിൾ 16(4)ലും 16(5)ലും ഒക്കെയാണ് അതിനെ അനശ്വരമായിട്ട് ഇന്ത്യയുടെ ജനായത്വത്തിന്റെ ഭാവിയുടെ അടിസ്ഥാന ശിലകളായിട്ട് അദ്ദേഹം പാകി ഉറപ്പിച്ചത്. അപ്പൊ ആ പ്രാതിനിധ്യമാണ് ഇവിടെയൊക്കെ വെല്ലുവിളിക്കപ്പെടുന്നത്. പ്രാതിനിധ്യമില്ലാതെ വരുന്നത് കൊണ്ടാണ് ഫാഷിസം വീണ്ടും വീണ്ടും ജനങ്ങളുടെ തന്നെ സമ്മതിദാനത്തിലൂടെ ഭരണഘടനയെ പോലും നോക്കുകുത്തിയാക്കിക്കൊണ്ട്, മാത്രമല്ല ആവശ്യം വന്നാൽ ഭരണഘടനയെ മാറ്റി എഴുതിക്കൊണ്ട്, ഈ പറഞ്ഞ ആർട്ടിക്കിൾസ് ഒക്കെ ഇപ്പൊ മാറ്റി എഴുതപ്പെട്ടു. പ്രത്യേകിച്ചും 103-ാം ഭേദഗതി, അതാണ് ഏറ്റവും മാരകമായ ഇന്ത്യൻ ഭരണഘടനയുടെ ജനായത്ത പ്രാതിനിധ്യ അടിത്തറയ്ക്കും സാമൂഹ്യ നീതിയുടെ അടിത്തറയ്ക്കും ഏറ്റവും മാരകമായ പ്രഹരം അല്ലെങ്കിൽ വിഷം ചെലുത്തിയിരിക്കുന്നത് 103-ാം ഭേദഗതിയിലൂടെയാണ്. നിർഭാഗ്യകരം എന്ന് പറയാം, കേരളത്തിൽ പോലും അതിന് വലിയ കറൻസി ഉണ്ടായി. കേരളത്തിലെ ഇടതുപക്ഷത്തിലൂടെ തന്നെ
അമിത പ്രാതിനിധ്യ കുത്തക പെരുക്കുന്ന ഉദാഹരണം ദേവസ്വം ബോർഡിന്റെ വിഷയമാണ്. ഇവിടെ സൂചിതമായിട്ടുള്ള വിശ്വാസി ലഹള അല്ലെങ്കിൽ തീണ്ടാരി ലഹള എന്നൊക്കെ പറയുന്ന ആ ശൂദ്ര ലഹള അത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ മുഖ്യമന്ത്രിയെ തന്നെ, അവർണ്ണനായ ഒരു മുഖ്യമന്ത്രിയെ തന്നെ തെരുവിൽ വരേണ്യ ഒലിഗാർക്കിയുടെ സ്ത്രീകളെ കൊണ്ട് ജാതിത്തെറി വിളിപ്പിച്ചുകൊണ്ട് പിന്നണിയിലൂടെ അമിത പ്രാതിനിധ്യം ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡിൽ 96% ഒരൊറ്റജാതി ഹിന്ദു വിഭാഗം കൈയാളിക്കൊണ്ടിരുന്ന ദേവസ്വം ബോർഡിൽ വീണ്ടും 10% കൂടി ഭരണഘടനാ വിരുദ്ധവും സാമൂഹ്യ നീതിക്ക് വിരുദ്ധവും സ്ഥിതിവിവര കണക്കുകൾക്കും പ്രാതിനിധ്യത്തിന്റെ ഏത് കണക്കുകൾക്കും സർവേ, അങ്ങനെ പ്രാതിനിധ്യ സർവേ തന്നെ നടത്താൻ ഭരണകൂടങ്ങൾ സമ്മതിക്കുന്നില്ല. ബീഹാറിൽ അത് നടന്നപ്പോൾ ഇതാ നിതീഷ് കുമാറിനെ വീണ്ടും അകത്താക്കിയിരിക്കുകയാണ്. കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന തന്നെ കൊടുത്തുകൊണ്ട് ബീഹാറിലെ സോഷ്യോ എക്കണോമിക് സെൻസസിനെ അട്ടിമറിക്കാനുള്ള, സ്വാംശീകരിക്കാനുള്ള അല്ലെങ്കിൽ അതിന്റെ വിശകലനങ്ങൾ, അതിന്റെ ഭരണതല പ്രതികരണങ്ങൾ ഇനി ഉണ്ടാകാത്ത അവസ്ഥയിലേക്ക് അതിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതാണ് ദേവസ്വം ബോർഡിന്റെ ഒരു ഉദാഹരണം. 2018 ശബരിമലയെ ശബരിമലയാക്കിയ ആ ശൂദ്ര ലഹളയുടെ പശ്ചാത്തലത്തിലാണ് ഒരു അവർണ്ണ മുഖ്യമന്ത്രിയെ 21ാം നൂറ്റാണ്ടിലും ജാതിത്തെറി തെരുവിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ റെക്കോർഡിൽ വിളിച്ചുകൊണ്ട് പിന്നണിയിലൂടെ ഈ പറയുന്ന സവർണരുടെ സാമ്പത്തിക ദൗർബല്യം എന്ന് പറയുന്ന EWS വാദം അത് ഒരു പൈലറ്റ് എപ്പിസോഡായിട്ട് കേരളത്തിലെ ദേവസ്വം ബോർഡിൽ തന്നെ പാസ്സാക്കപ്പെടുകയാണ്. നോക്കണേ, പ്രാതിനിധ്യമില്ലാത്ത ജനതയുടെ പ്രാതിനിധ്യത്തിന് വേണ്ടിയുള്ളതാണ് ഈ സംവരണം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രാതിനിധ്യ പ്രക്രിയ. അടിസ്ഥാന മനുഷ്യാവകാശവും പൗരാവകാശവും ജന്മ അവകാശവും രാഷ്ട്രീയ അവകാശവുമായിട്ടുള്ള പ്രാതിനിധ്യം നടപ്പാക്കാനുള്ള ജനാധിപത്യത്തിന്റെ അടിസ്ഥാന പ്രക്രിയയാണ്. അതിനെയാണ് അട്ടിമറിച്ചത്. ഇല്ലാത്ത ഒരു സവർണ ദൗർബല്യവാദം പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ അതൊരു സാമ്പത്തിക സംവരണവാദമാണെങ്കിൽ അത് തത്വത്തിൽ ഭരണഘടനാപരമായി നിലനിൽക്കുന്നതല്ല. ആണെങ്കിൽ കൂടി അത് എല്ലാ വിഭാഗത്തിലും പെട്ട ഈ പറയുന്ന സാമ്പത്തിക ദൗർബല്യമുള്ളവർക്കല്ലേ കൊടുക്കേണ്ടത്. അല്ലാതെ അമിത പ്രാതിനിധ്യമുള്ളവർ, അവരെയാണ് ഫോർവേഡ് എന്ന് പറയുന്നത്. ഭരണഘടനാപരമായി നൈതികമായി നോക്കുമ്പോൾ, നിയമഭാഷയിൽ നോക്കുമ്പോൾ ഇന്ത്യയിൽ ഫോർവേഡ് എന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഉദ്ദേശിക്കുന്നത് അമിത പ്രാതിനിധ്യമുള്ളവർ, അതായത് അവരുടെ ജനസംഖ്യയേക്കാൾ കൂടുതലായിട്ടുള്ള പ്രാതിനിധ്യത്തിൽ ഇരിക്കുന്നവരാണ് ഫോർവേഡ് എന്ന് പറയുന്നത്. ബാക്ക്വേർഡ് എന്ന് പറഞ്ഞാലോ ജനസംഖ്യ ആനുപാതികമായി പോലും പ്രാതിനിധ്യമില്ലാത്ത വിഭാഗങ്ങൾ അല്ലെങ്കിൽ പ്രാതിനിധ്യ രാഹിത്യം അനുഭവിക്കുന്നവർ, അവരെയാണ് അൺറെപ്രസെന്റഡ് അല്ലെങ്കിൽ അണ്ടർ റെപ്രസെന്റഡിനെയാണ് ബാക്ക്വേർഡ് എന്ന് ഭരണഘടനാപരമായി ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ അൺറെപ്രസെന്റഡിന് വേണ്ടിയുള്ളതാണ് ഈ യഥാർത്ഥത്തിൽ പ്രാതിനിധ്യം എന്ന് പറയുന്ന അതിന്റെ ഒരു ഉപാധി ഉപകരണ സംവിധാനമായ ചിട്ടവട്ടമായിട്ടുള്ള സംവരണം എന്ന പ്രക്രിയ. അപ്പൊ അത് അമിത പ്രാതിനിധ്യമുള്ളവർക്ക് വീണ്ടും സാമ്പത്തിക ദൗർബല്യം പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമേ അല്ല എന്നുള്ളതാണ്. അപ്പൊ ഇതുപോലും കേരളത്തിൽ ചോദ്യം ചെയ്യപ്പെടാതെ നടക്കുകയും അത് നടപ്പാക്കി 2018 നവംബർ ഡിസംബറിൽ തന്നെ അത് ഏതാനും ദിവസങ്ങളിലൂടെ പാസ്സാക്കപ്പെടുകയും യൂണിയൻ ഭരണകൂടത്തെ പോലും വെല്ലുവിളിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. 2019 ജനുവരിയിൽ മാത്രമാണ് അത് കേന്ദ്ര ഭരണകൂടം ഒരു തിരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്ന നിലയിൽ പാസ്സാക്കിയെടുക്കുന്നത്. ഏറ്റവും മാരകമായിട്ടുള്ള പിന്നോട്ടടി നടന്നിട്ടുള്ളത് നവോത്ഥാന സംസ്കാരത്തിന്റെ പ്രാതിനിധ്യ സംസ്കാരത്തിലാണ് കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് നാം ഈ തീണ്ടാരി ലഹളകളും വിശ്വാസി ലഹളകളും അതിന്റെ 2ാം ഘട്ടവും ഇപ്പോ കണ്ടു കഴിഞ്ഞു. 2ാം ഘട്ടവും നടന്നു. അതിനെതിരെയുള്ള കേസുകൾ പോലും റദ്ദാക്കപ്പെടുകയാണ്. ജാതി കുറ്റകൃത്യം എന്ന് പറഞ്ഞ ഇന്ത്യൻ ഭരണഘടന 17 ആർട്ടിക്കിൾ 17 ഫണ്ടമെന്റൽ റൈറ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും മാരകമായിട്ടുള്ള കുറ്റകൃത്യം ഇന്ത്യയിൽ ജാതി കുറ്റകൃത്യമാണ്. ജാതി തെറി വിളിക്കുക, ജാതി കൊല നടത്തുക, ജാതി പീഡനം നടത്തുക, ഇത് തന്നെയാണ്. അപ്പൊ അതിനെ നിയമപരമായി കുറ്റകരമാക്കുന്ന ഒരു ഭരണഘടന ഇരിക്കുകയാണ് തെരുവിൽ മുഖ്യമന്ത്രിമാരെ പോലും ഈ രീതിയിൽ അവഹേളിക്കുന്നത്, ജാതി തെറി വിളിച്ച് അവഹേളിക്കുന്നത്. അത് മുഖ്യമന്ത്രിക്ക് പേഴ്സണലായി ക്ഷമിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കാരണം അത് ഭരണഘടനയ്ക്കെതിരായ ഒരു കുറ്റകൃത്യമാണ്. അപ്പൊ നിയമം അനുശാസിക്കുന്ന കൃത്യമായ നിയമ നടപടിയും ശിക്ഷയും പരിഹാരങ്ങളും വിധികളും അതിന് കൊടുക്കേണ്ടതാണ്. അത് കൊടുക്കാതിരുന്നത് കൊണ്ടാണ് ഇത് ആവർത്തിക്കുകയും ഇവിടെ ദേവസ്വം മന്ത്രിക്ക് പോലും ഇന്ന് അദ്ദേഹത്തിന്റെ സ്വന്തം ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു വേദിയിൽ വെച്ച് പോലും അദ്ദേഹം ജാതി അധിക്ഷേപം നേരിടുകയാണ്. അദ്ദേഹത്തിന്റെ വകുപ്പിലെ ഉദ്യോഗസ്ഥർ പോലും നേരിട്ട് വേദിയിൽ പൊതുവേദിയിൽ വെച്ച് അപമാനിക്കുകയാണ്. വിളക്ക് അദ്ദേഹത്തിന് നേരിട്ട് കൊടുക്കുന്നില്ല, നിലത്ത് വെക്കുകയാണ്. നിലത്ത് വെച്ച വിളക്ക് ദേവസ്വം മന്ത്രി എടുക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ വേറൊരാൾ എടുത്ത് കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളത് കലക്കി കുടിക്കട എന്ന് പറയുന്ന ആ പഴയ ആ ലോജിക്ക്, കലക്കി കുടിക്കട ഏഭ്യ എന്ന് പറയുന്ന ആ 18 തവണ
ഒരു ദിവസം ഏഭ്യം വിളി കേൾക്കാതെ ഉറങ്ങാൻ പറ്റാത്ത ഒരു ബ്രാഹ്മണിക ചാതുർവർണ്ണയ സനാതന വർണ്ണാശ്രമ വ്യവസ്ഥയിലേക്ക്, പിന്നെ ശ്യാംകൂർ ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല, സർക്കാർ തന്നെ പരസ്യം ചെയ്യുകയാണ് ജാതി വെച്ചിട്ട്. പുരോഹിതനാകാൻ മാത്രമല്ല, മലയാളി ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ഇത് പുരോഹിതനാകാൻ മാത്രമല്ല, അത് തന്നെ ഭരണഘടനാ വിരുദ്ധമാണ്. കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേരള ഹൈക്കോടതിയിൽ അടക്കം. പാചകക്കാരനാകാൻ പോലും ഈ പറയുന്ന ജാതിയും വർണ്ണവും നോക്കി പാചകക്കാരനാക്കി. ഇങ്ങനെയൊക്കെയുള്ള പരസ്യങ്ങൾ ദേവസ്വം ബോർഡും സർക്കാരും ഒക്കെ തന്നെ പൊതുവായി മാധ്യമങ്ങളിൽ കൊടുക്കുക. ഇങ്ങനെ നിരന്തരമായ ജാതി കുറ്റകൃത്യങ്ങളും ഭീകരതയും ജാതിയുടെ ഭീകരതയും അരങ്ങേറുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. കാരണം ഭരണഘടന എന്ന് പറയുന്ന നീതിയുടെ അടിത്തറയെ നശിപ്പിച്ചാൽ, ജനായത്വത്തിന്റെ അടിത്തറയായ പ്രാഥമികമായിട്ടുള്ള പ്രക്രിയയായ പ്രാതിനിധ്യത്തെ തകർത്താൽ പിന്നെ ആ സമൂഹമില്ല, ഇന്ത്യയില്ല. ഇന്ത്യയുടെ നൈതിക കരാറിനെ ഏതെങ്കിലും രീതിയിൽ അധിക്ഷേപിച്ചാൽ, റദ്ദാക്കിയാൽ പിന്നെ ഇന്ത്യയില്ല. അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ നവോത്ഥാന അനന്തരം നടന്നിട്ടുള്ള ഏറ്റവും വലിയ അട്ടിമറി എന്ന് പറയുന്നത്. ഈ സാമ്പത്തിക വാദം കൊണ്ടുവന്നുകൊണ്ട് EMS തന്നെയാണ് അത് 57-ൽ അധികാരം കിട്ടിയപ്പോൾ 58-ൽ തന്നെ അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് ആ ഒന്നാം പരിഷ്കാര കമ്മീഷനിലൂടെയാണ്, ചില ഗുമസ്തക്കുറിപ്പുകളിലൂടെയാണ് അത് പുറത്തേക്ക് വന്നിട്ടുള്ളത്. വലിയ ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള അട്ടിമറിയും കൂടിയാണ്. അതായത് സാമുദായിക സംവരണം എന്ന് പറയുന്നത് സർവീസിന്റെ കാര്യക്ഷമത തകർക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള സംവരണമാണ് ഇനി വേണ്ടത് എന്ന ആശയം EMS തന്നെ പുറത്തേക്ക് വിടുകയും RSS പോലും അത് ഈ 2018-ൽ പോലും RSS ഏറ്റെടുത്തിട്ടില്ല, പുറത്തു പറയില്ല. അവരുടെ ആഭ്യന്തര അജണ്ടയാണ്, പക്ഷെ അത് പുറത്തേക്ക് പറയാൻ അവര് മടിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് RSS പോലും. കാരണം വോട്ട് ബാങ്കിനെ ബാധിക്കും. ഇവിടുത്തെ OBC-കളും പിന്നെ ദളിതരും ഷെഡ്യൂൾ ട്രൈബ്സും ഇല്ലെങ്കിൽ ഇവിടുത്തെ 90 അല്ലെങ്കിൽ 80-75% ജനതയാണ്. അവരില്ലെങ്കിൽ അവരുടെ വോട്ട് ബാങ്ക് നിലനിൽക്കില്ല, അവരുടെ വോട്ടും ആവശ്യമാണ്. അപ്പോ RSS പോലും മിണ്ടാൻ മടിച്ച ഈ വാദം പുറത്തേക്ക് കൊടുക്കുകയും ജോസഫ് കമ്മീഷനിലൂടെ ഒരു മിനിറ്റിൽ ഞാൻ അവസാനിപ്പിക്കും. ജോസഫ് കമ്മീഷനിലൂടെ അതിനെ പുറത്തേക്ക് കൊണ്ടുവരും. പിന്നീട് മണ്ഡൽ കമ്മീഷൻ വിധി വന്നപ്പോൾ ഇത് എന്റെ ആശയമാണെന്ന് അതിന്റെ പിതൃത്വം നേരിട്ടേറ്റെടുക്കുകയും ഒക്കെ ചെയ്തത് EMS ആണ് എന്നുള്ളതും കൂടി നാം ഓർക്കേണ്ടതാണ്. അതിന്റെ ഒരു കൾമിനേഷനിലാണ് 2018-ലെ EMS-ന്റെ കാലം കഴിഞ്ഞെങ്കിൽ പോലും 2018-ൽ അദ്ദേഹത്തിന്റെ ആരാധകരും അനുയായികളും ഒക്കെ കൂടെ തന്നെയാണ് ഈ ഭരണഘടനാ വിരുദ്ധമായ, നീതിവിരുദ്ധമായ, ഏതുതരം നാച്ചുറൽ ജസ്റ്റിസിനും എതിരായിട്ടുള്ള ഈ ഇന്ത്യൻ ഭരണഘടനയെ മാരകമായി തകർക്കുന്ന ഈ പ്രക്രിയ EWS-ലൂടെ പാസാക്കി. ഇപ്പൊ NEP എന്ന് പറയുന്ന ദേശീയ വിദ്യാഭ്യാസ നയം, അതിന്റെ കാര്യത്തിലും കേരളമാണ് അത്യുത്സാഹം നടത്തുന്നത്. കർണാടക പോലും, ഒപ്പിട്ട കർണാടക പോലും BJP ഭരിച്ച കാലത്ത് 2020-ൽ NEP പാർലമെന്റിൽ അവര് ബില്ല് അവതരിപ്പിച്ച് പാസാക്കിയ അന്ന് അവര് ആക്രാമകമായി കർണാടകക്കാര് നടപ്പാക്കാൻ തുടങ്ങിയതാണ്. കോൺഗ്രസ് വന്നപ്പോൾ ഇപ്പൊ 2013-ൽ നടപ്പാക്കാൻ തുടങ്ങിയ ഒപ്പിട്ട കരാറിൽ നിന്ന് അവർ പിൻവാങ്ങുകയും നടപ്പാക്കുകയില്ല, എല്ലാം വിഡ്രോ ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. തമിഴ്നാട് അടക്കമുള്ള നിരവധി സ്റ്റേറ്റുകൾ EWS നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിച്ചു, ഇപ്പോഴും നടപ്പാക്കിയിട്ടില്ല. 6ഓളം സ്റ്റേറ്റുകൾ അങ്ങനെ നിൽക്കുകയാണ്. NEP നടപ്പാക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ച 4ഓളം സ്റ്റേറ്റുകളുണ്ട്, തമിഴ്നാട് അടക്കം. ഇപ്പൊ കർണാടകയും കൂടി പിൻവലിഞ്ഞതോടുകൂടി അതിൽ കൂടുതലായി. അപ്പൊ കർണാടകക്കാര് പോലും റിജക്ട് ചെയ്ത NEP ആക്രാമകമായി നടത്തുകയും ഹൈന്ദവ ഭീകരതയുടെ ബ്രാഹ്മണിക മൂല്യവ്യവസ്ഥയുടെ ആധാരമാണ്. അതായത് ഇന്ത്യൻ ഭാവികളെ അടുത്ത ഒരു 20-30 വർഷത്തേക്ക് തകർക്കുന്ന പ്രക്രിയ. ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസം, ഗവേഷണം, ഇന്ത്യയിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാഭ്യാസം അടക്കമില്ലാതാക്കുന്ന പരിപാടിയാണ്. എക്സിറ്റും കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. ദളിത് ബഹുജൻ വിദ്യാർത്ഥികൾക്ക് 1 വർഷം സർട്ടിഫിക്കറ്റ് വാങ്ങി പോകാം, വരേണ്യ വിദ്യാർത്ഥികൾക്ക് 4 വർഷത്തെ ഓണേഴ്സ് എടുത്തുകൊണ്ട് നേരെ PhD-ക്ക് പോകാം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ അതിഭീകരമായ നീതിയുടെ കരാറിന്റെ ലംഘനവും പ്രാതിനിധ്യത്തിന്റെ ജനായത്വത്തിന്റെ അട്ടിമറിയുമാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്. ഒലിഗാർക്കിയാണ് അത് ചെയ്തത്. ഒലിഗാർക്കിയെ കുറിച്ച് ബ്രാഹ്മണികമായ, ബ്രാഹ്മണരുടെ മക്കളെന്ന് അവകാശപ്പെടുന്ന സവർണ സുറിയൻ, നായർ, നസ്രാണി ഒലിഗാർക്കിയാണ് അത് ചെയ്തത്. അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇല്ലാതെ നവോത്ഥാനം എങ്ങനെ പിൻവലിഞ്ഞു അല്ലെങ്കിൽ എങ്ങനെ പിന്നോട്ടടിച്ചു എന്ന് നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല. ശൂദ്ര ലഹളയെ കുറിച്ചുള്ള, സ്ത്രീകൾ സ്വയം തീണ്ടാരികളാണെന്ന് പറഞ്ഞുകൊണ്ട് തെരുവിലിറങ്ങി ഭരണഘടനയെയും ആ ഭരണഘടനയുടെ ജെൻഡർ ജസ്റ്റിസിന് വേണ്ടി നടന്ന ഒരു വിധിയാണ്. ജെൻഡർ ജസ്റ്റിസിന് വേണ്ടി നടന്ന വിധി
അത് നടപ്പാക്കാൻ ശ്രമിച്ച മുഖ്യമന്ത്രിയെ തന്നെ ജാതിത്തെറി പറഞ്ഞുകൊണ്ട് പിന്നണിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആധാരത്തെ തകർക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങളും കൂടി ചർച്ചയ്ക്ക് എടുക്കണമെന്ന വിനീതമായ അഭ്യർത്ഥന മാത്രം നിങ്ങളുടെ മുൻപിൽ വെച്ചുകൊണ്ട് സമയം കുറച്ച് അതിക്രമിച്ചത് കൊണ്ട് ക്ഷമാപണം നടത്തിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അതിക്രമിച്ചിട്ടൊന്നുമില്ല. നമ്മുടെ മുമ്പിൽ ഇനി 54 മിനിറ്റാണുള്ളത്. ഡോക്ടർ ടി എസ് ശ്യാംകുമാർ, എം പി മനോജ് എന്നിവ 20 മിനിറ്റ് വീതം സംസാരിക്കുകയും ബാക്കി നമുക്ക് ചർച്ചയ്ക്കും സംവാദത്തിനുമായി നീക്കിവെക്കുകയും ചെയ്യാം. ഒലിഗാർക്കിയുടെ പുതിയ കാല അവതാരങ്ങളെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ നമ്മളോട് ഡോക്ടർ അജയ് ശേഖർ സംസാരിച്ചത്. ഡോക്ടർ ടി എസ് ശ്യാംകുമാറിനെ ക്ഷണിക്കാം. ആദരണീയായ അധ്യക്ഷ, പ്രിയപ്പെട്ട സുജ സൂസൻ ജോർജ്, പ്രിയമുള്ള ഡോക്ടർ അജയ് ശേഖർ, ഡോക്ടർ എം പി മനോജ്, വേദിയിലുള്ള ഏറ്റവും ബഹുമാനപ്പെട്ടവരെ, നവോത്ഥാനത്തിൻ്റെ പിന്മാറ്റം എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമായി എന്താണ് നവോത്ഥാനം എന്ന് നമ്മൾ ആമുഖമായി ചർച്ച ചെയ്യേണ്ടി വരും. എന്തായാലും വിപുലമായ അത്തരം ചർച്ചകളിലേക്കൊന്നും തന്നെ ഞാൻ കടക്കുന്നില്ല. അപ്പം നവോത്ഥാനം എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ പരിഷ്കരണ പ്രക്രിയയും അതുപോലെ തന്നെ സമൂഹത്തിനെ ആകമാനം മാറ്റിത്തീർത്ത ഒരു വ്യവസ്ഥിതിയായിട്ടും പൊതുവെ നമ്മൾ കരുതുന്നുണ്ട്. ഏതിൽ നിന്നായിരുന്നു നമ്മുടെ നവോത്ഥാനം? നവോത്ഥാനം എന്ന വാക്കിനെ അതുകൊണ്ട് തന്നെ കോട്ടാൻകോട്ട് ഉദ്ധരണിക്കകത്താണ് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തിൽ നിന്നുള്ള നവോത്ഥാനം? ഇന്ത്യൻ സമൂഹം ആകമാനം ഒരു ജാതി അസമത്വ വ്യവസ്ഥയ്ക്കകത്ത് നിലീനമായ ഒരു സാമൂഹിക വ്യവസ്ഥിതിയായിരുന്നു. ഇന്ത്യൻ സമൂഹത്തിന്റെ വ്യവസ്ഥിതിയും സാമൂഹിക ക്രമവും സാംസ്കാരിക ക്രമവും നമ്മുടെ ആകമാനമുള്ള സാംസ്കാരിക ജീവിതത്തെ നിർണയിക്കുന്നത് തന്നെ ഈ ജാതി മൂല്യ ബോധങ്ങളും അതിൻ്റെ അസമത്വ സാമൂഹിക ക്രമങ്ങളുമാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ അസമത്വ സാമൂഹ്യ ക്രമങ്ങളിൽ നിന്നുള്ള മോചനമാണ് ഒരർത്ഥത്തിൽ നവോത്ഥാനം സാധ്യമാക്കിയത്. അതുകൊണ്ടാണ് അതിനെ ഒരർത്ഥത്തിൽ നാം നവോത്ഥാനം എന്ന് വിളിക്കുന്നത്. അങ്ങനെ വിളിക്കുമ്പോഴും ആ നവോത്ഥാനം എന്ന് പറയുന്ന സങ്കല്പത്തിനകത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, രാജാറാം മോഹൻ റോയുടെ നേതൃത്വത്തിൽ ഉയർന്നു വന്ന സതി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ സതിയെ നിരോധിക്കാൻ ഉൾപ്പെടെയുള്ള നവോത്ഥാന പരിഷ്കരണ ശ്രമങ്ങൾ നടക്കുമ്പോൾ അതിൽ സതിയെ തിരസ്കരിക്കുന്നതിന് വേണ്ടി വേദങ്ങളിലേക്ക് പിന്മടങ്ങുകയും സതി ഇല്ലാതാക്കുന്നതിന് വേണ്ടി മനുസ്മൃതിയിൽ എവിടെങ്കിലും സതിക്ക് അനുകൂലമായോ പ്രതികൂലമായോ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഒരു സാംസ്കാരിക വ്യവഹാരം റാംമോഹൻ റോയുടെ കാലഘട്ടത്തിൽ നടന്നിരുന്നു. പിന്നീട് ദയാനന്ദ സരസ്വതിയുടെ കാലഘട്ടത്തിൽ ശുദ്ധി പ്രസ്ഥാനത്തിലൂടെയാണ് ഈ നവോത്ഥാന പുനരുജ്ജീവനം നടന്നത്, ഒരർത്ഥത്തിൽ പുനരുദ്ധാനം എന്ന് പറയുന്നത്. അങ്ങനെ ശുദ്ധി പ്രസ്ഥാനത്തിലൂടെ ഇന്ത്യയിലെ ബഹുജനങ്ങളെ, കീഴാളരെ, മുസ്ലിങ്ങളായിട്ടുള്ള ജനവിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഹിന്ദു മതത്തിലേക്ക് മടക്കിക്കൊണ്ട് വരുവാൻ വേണ്ടി നടന്നൊരു പ്രസ്ഥാനമാണ് ദയാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ നടന്ന ശുദ്ധി പ്രസ്ഥാനം. ഈ ശുദ്ധി പ്രസ്ഥാനത്തെ പിന്നീട് സ്വാമി ശ്രദ്ധാനന്ദ ഏറ്റെടുക്കുകയും പിന്നീട് സവർക്കറുടെ നേതൃത്വത്തിൽ ഈ ശുദ്ധി പ്രസ്ഥാനം വളരെയധികം മുന്നോട്ട് പോവുകയും ചെയ്തു എന്നുള്ളത് ചരിത്രമാണ്. അങ്ങനെ ഹിന്ദുമതത്തിലേക്ക് മതം മാറിയവരെ എവിടെ ഉൾപ്പെടുത്തും? എവിടെ ഉൾപ്പെടുത്താനില്ല. കാരണം നാരായണ ഗുരുസ്വാമികൾ സൂചിപ്പിച്ചതുപോലെ ഹിന്ദു മതം എന്നൊരു മതമേ ഇല്ലല്ലോ. അങ്ങനെ അവിടെ ജാതിയുടെ ഒരു കൂട്ടം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഹിന്ദു മതം എന്ന് പറയുന്ന ഏകശിലാത്മകമായ മതബോധ്യത്തിലേക്ക് കടന്നു വരുന്നവരെ ഉൾപ്പെടുത്താൻ സവർക്കറുടെ നേതൃത്വത്തിൽ ഒരു പുതിയ ജാതിയെ ഉണ്ടാക്കി. അതാണ് ഹിന്ദു ഗൗഡർ എന്ന് പറയുന്ന ഒരു പുതിയ ജാതിയെ സവർക്കറുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിക്കൊണ്ടുവന്നു. ജസ്റ്റിസ് റാനഡെ ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്തത് ഈ ഹിന്ദു പുനരുദ്ധാനമായിരുന്നു. വേദങ്ങളിൽ നിന്നും ഇതിഹാസങ്ങളിൽ നിന്നും പുരാണങ്ങളിൽ നിന്നും ഒരു പുതിയ ഇന്ത്യയെ, കോട്ടാൻകോട്ടിലാണ് ഞാൻ ആ പുതിയ ഇന്ത്യയെ, ഒരു പൗരാണിക ഇന്ത്യയെ വാർത്തെടുക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിയത്. അതിനെ വിവേകാനന്ദൻ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. വിവേകാനന്ദൻ വലിയ വിപ്ലവകാരിയാണ്, വലിയ നവോത്ഥാന നായകനാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ആര്യൻ രക്തം കലരാത്ത ഒരു സമൂഹവും നാഗരികവൽക്കരിക്കപ്പെടുകയില്ലെന്നും നാഗരികത എന്നത് വേദത്തിൽ കാണപ്പെടുന്ന മൂല്യബോധങ്ങളാണ് നാഗരികത എന്നും വിവേകാനന്ദൻ അരുളി ചെയ്തു. അപ്പൊ ഇങ്ങനെ ജാതിയാണ് ഇന്ത്യൻ സമൂഹത്തിന്റെ അടിസ്ഥാനമെന്നും ജാതിയെ കൈയൊഴിഞ്ഞതിനാലാണ് ഇന്ത്യൻ സമൂഹം തകർന്നടിഞ്ഞത് എന്നും വിവേകാനന്ദൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ സഹോദരൻ അയ്യപ്പൻ വിവേകാനന്ദനെ മുൻനിർത്തി പറഞ്ഞു, സഹോദരൻ അയ്യപ്പൻ വിവേകാനന്ദൻ ജാതിയെ
വാർണിഷ് ഇട്ട് കാണിക്കുകയായിരുന്നു എന്ന്. അപ്പൊ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇന്ത്യയിൽ ആകമാനം നടന്ന ഇത്തരം പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കുള്ളിൽ നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ റാംമോഹൻ റോയിയുടെയും ദയാനന്ദ സരസ്വതിയുടെയും വിവേകാനന്ദന്റെയും ഒക്കെ നേതൃത്വത്തിൽ നടന്ന ഈ ഹിന്ദു പുനരുദ്ധാനമാണ് 2024 ഭീകരമായി ഹിംസാത്മകമായി നമ്മെ പിടിമുറുക്കിയിരിക്കുന്നത്, അല്ലാതെ വേറൊന്നല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ത്യ ടുഡേയിലെ സ്പെഷ്യൽ ഇഷ്യൂ അയോധ്യ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം പുറത്തു വന്നു. അതിന്റെ ടൈറ്റില് ദ ഗ്രേറ്റ് ഹിന്ദു റിവൈവൽ എന്നാണ് ഇന്ത്യ ടുഡേ ഇറക്കിയിരിക്കുന്ന സ്പെഷ്യൽ പതിപ്പിന്റെ ശീർഷകം. ദ ഗ്രേറ്റ് ഹിന്ദു റിവൈവൽ, മഹത്തായ ഹിന്ദു പുനരുദ്ധാനം അല്ലെങ്കിൽ മഹത്തായ ഹിന്ദു നവോത്ഥാനം എന്ന് പറയുന്ന രീതിയിലേക്ക് അത് മാറിത്തീർന്നിരിക്കുന്നു. അപ്പം ഇത്തരത്തിൽ ഈ ബ്രാഹ്മണികമായ മൂല്യവ്യവസ്ഥയെ സമൂഹത്തിൽ മുന്നോട്ടെടുക്കുന്ന വിവേകാനന്ദന്റെയും റാംമോഹൻ റോയിയുടെയും ദയാനന്ദ സരസ്വതിയും അടക്കമുള്ള ഈ ബ്രാഹ്മണ്യ മൂല്യം കൊണ്ടു നടന്ന, അത് സ്ഥാപിക്കാൻ ശ്രമിച്ച ബ്രാഹ്മണിക പാരമ്പര്യത്തിനെതിരെയാണ് മഹാത്മാ ഭൂലെയുടെയും അയോധ്യദാസ് പണ്ഡിതരുടെയും ഡോക്ടർ BR അംബേദ്കറുടെയും നാരായണ ഗുരുവിന്റെയും പെരിയാറുടെയും നേതൃത്വത്തിലുള്ള ഒരു പ്രതിപാരമ്പര്യം, ബഹുസ്വരമായ പ്രതിപാരമ്പര്യം ഇന്ത്യയിൽ ഉയർന്നു വന്നത്. ഒരർത്ഥത്തിൽ സൂക്ഷ്മമായിട്ട് നമുക്ക് ഇന്ത്യൻ സമൂഹത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ, ഇന്ത്യൻ സമൂഹത്തെ പരിഷ്കരിച്ച ഏറ്റവും വലിയ നവോത്ഥാന പ്രസ്ഥാനം എന്ന് പറയുന്നത് അത് ഇന്ത്യൻ ഭരണഘടനയായിരുന്നു. ഇന്ത്യൻ ഭരണഘടനയാണ് ഇന്ത്യൻ സമൂഹത്തെ ആകമാനം പരിഷ്കരിക്കുന്നതിനുള്ള ഒരു തീസിസായി അവതരിപ്പിക്കപ്പെട്ടത്. ആ ഇന്ത്യൻ ഭരണഘടനയെ, വിശാലാർത്ഥത്തിലുള്ള സാമൂഹിക നവോത്ഥാന പ്രക്രിയയെ പിന്നോട്ടടിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോ ഇപ്പോൾ നടന്നു വരുന്ന ഈ നവോത്ഥാനത്തിന്റെ പിന്മാറ്റം എന്നുള്ളതാണ് നമ്മുടെ ചർച്ചാ വിഷയം. എന്തൊക്കെയാണ് ഈ മൂല്യങ്ങളിൽ നമുക്ക് പിന്മാറ്റം വരുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ടത് സംവരണ അട്ടിമറിയാണ്. നമ്മുടെ ഈ സാമൂഹ്യ സമത്വം എന്ന് പറയുന്ന ആശയത്തിനെതിരായി ഇപ്പോൾ മുന്നോട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പിന്മാറ്റം. അത് എല്ലാ തരത്തിലും സംവരണ അട്ടിമറി നടന്നുകൊണ്ടിരിക്കുകയാണ്. സർവകലാശാലകളോ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ഒന്നും അതിൽ നിന്ന് മുക്തമല്ല എന്ന് നമുക്ക് പരിശോധിച്ചു നോക്കുക പോലും ചെയ്യാതെ വ്യക്തമാണ്. കേരളത്തിലെ എയ്ഡഡ് സ്ഥാപനങ്ങൾ ഏറ്റവും ഭീകരമായ സംവരണ അട്ടിമറിയുടെയും സാമൂഹ്യ നീതി നിഷേധത്തിന്റെയും സ്ഥാപനങ്ങളായി നമ്മളെ നോക്കി പല്ലുളിക്കുകയാണ്. കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ സ്ഥാപനങ്ങൾ നമ്മളെ നോക്കി പല്ലുളിക്കുകയാണ്. ഇങ്ങനെ സാമൂഹ്യ നീതിയെ എല്ലാ തരത്തിലും അട്ടിമറിക്കുന്ന ഒരു വ്യവസ്ഥാക്രമം നിലനിൽക്കുന്നു. അതുപോലെ തന്നെ ക്ഷേത്രബ്രാഹ്മണ്യം ഭീകരമായി നമ്മളെ പിടിമുറുക്കുന്നു. അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടന്നു. എന്തിന്റെ പ്രാണപ്രതിഷ്ഠ? ആരുടെ പ്രാണപ്രതിഷ്ഠ ആണ് നടന്നത് എന്നുള്ളതാണ് പ്രധാനമായി ഉന്നയിക്കേണ്ട ഒരു ചോദ്യം. നിങ്ങൾ തുളസിമാല കഴുത്തിൽ ധരിച്ചാലും രാമനാമം ജപിച്ചാലും നിങ്ങളുടെ പട്ടിണി മാറുമോ എന്ന് ഡോക്ടർ BR അംബേദ്കർ ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. നിങ്ങൾ പന്താരിപ്പൂരിലേക്ക് സുദീർഘമായ തീർത്ഥയാത്ര ചെയ്താൽ, നിങ്ങൾ ക്ഷേത്രങ്ങൾക്കകത്തേക്ക് ദർശനം നടത്തിയാൽ നിങ്ങളുടെ കടങ്ങൾ ആരെങ്കിലും ഈ ക്ഷേത്രത്തിലിരിക്കുന്ന ദൈവം നീക്കം ചെയ്യുമോ എന്ന് ഡോക്ടർ BR അംബേദ്കർ ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരം ചോദ്യങ്ങളെയെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് ഒരു ഭീകരമായ ഒരു പ്രതിഷ്ഠ സമൂഹത്തെ ആകമാനം പിടിമുറുക്കിയിരിക്കുന്നത്. അത്തരം ഹിന്ദുത്വ ബ്രാഹ്മണ്യം അങ്ങനെ നമ്മളെ ഹിംസാത്മകമായി പിടിമുറുക്കുമ്പോഴും ഏത് രാമനെയാണ് നമ്മൾക്ക് വേണ്ടത് എന്ന് ചോദ്യം ഉന്നയിക്കുന്ന രീതിയിലേക്ക് നാം അധപ്പതിച്ചു പോയിരിക്കുന്നു. രാമനെ വിമോചനാത്മകമായി വ്യാഖ്യാനിക്കേണ്ട ഗതികേടിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുന്നു. നമ്മുടെ പുരോഗമന ബുദ്ധിജീവികൾ നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഏത് രാമനെയാണ് വേണ്ടത്? നിങ്ങൾക്ക് ഗാന്ധിയുടെ രാമനെയാണോ വേണ്ടത്? സവർക്കറുടെ രാമനെയാണോ വേണ്ടത്? അതോ ത്യാഗരാജന്റെ ജഗദാനന്ദ കാരകനായ രാമനെയാണോ വേണ്ടത്? ഈ രാമന്മാരെല്ലാം ഒരു രാമൻ തന്നെയാണെന്നുള്ളതാണ് ചരിത്രപരമായ യാഥാർത്ഥ്യം. നിങ്ങൾ ഇനി ഏത് രാമനെ പറ്റി പറഞ്ഞാലും, ഗാന്ധിയുടെ രാമനെ പറ്റി പറഞ്ഞാലും, ഏത് രാമനെ പറ്റി പറഞ്ഞാലും ആളുകളുടെ ഹൃദയത്തിലൊരു രാമനുണ്ട്. അത് നിങ്ങൾ ഗാന്ധിയുടെ രാമനെ പറ്റി ഇനി 10,000 പേജുകളിൽ പ്രബന്ധം രചിച്ചാലും അമ്പും വില്ലുമായി നിൽക്കുന്ന രാമനെ അല്ലാതെ ആരെയും നിങ്ങൾക്ക് കാണുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് സുവീര ജയസൾ അവരുടെ പ്രബന്ധത്തിൽ ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്.
ബുദ്ധിസവും ജൈനിസവും എന്തുകൊണ്ടാണ് രാമന് ഉപേക്ഷിച്ചത്? കാരണം കൊണ്ടു നടന്നിട്ട് കാര്യമില്ല എന്ന് ബുദ്ധിസ്റ്റുകൾക്കും ജൈനിസ്റ്റുകൾക്കും മനസ്സിലായി. അതോടുകൂടി രാമനെ ബുദ്ധിസ്റ്റുകാരും ജൈനിസ്റ്റുകളും ഉപേക്ഷിച്ചു. അങ്ങനെ ബുദ്ധിസ്റ്റുകളും ജൈനിസ്റ്റുകളും ദളിതുകളും അംബേദ്കറും പെരിയാറും സാക്ഷാൽ നാരായണ ഗുരുസ്വാമികൾ തന്നെ ഉപേക്ഷിച്ച രാമനെ, ഇതാ നിങ്ങളുടെ രാമൻ, ദയാലുവായ കരുണയുള്ള രാമനെ നിങ്ങൾ കൈയേറ്റാലും എന്ന് പറഞ്ഞുകൊണ്ട് നാരായണ ഗുരുവിനെ തന്നെ അധിക്ഷേപിച്ചുകൊണ്ടൊരു രാമനെ മുന്നോട്ട് വെക്കുകയാണ്. നാരായണ ഗുരു രാമനെ തള്ളിക്കളഞ്ഞു. രാമാദികളുടെ കാലത്തായിരുന്നുവെങ്കിൽ ശംഭൂകന്റെ ഗതിയാകുമായിരുന്നു എന്ന് പറഞ്ഞ നാരായണ ഗുരുവിന്റെ വാക്കുകൾ ഉദ്ധരിക്കുകയും അതേ വേളയിൽ തന്നെ ഇതാ നിങ്ങൾക്ക് ത്യാഗരാജന്റെ ജഗദാനന്ദകാരകനായ രാമൻ ഇതാ ഇരിക്കുന്നു, ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യൂ എന്ന് പറയുന്ന രീതിയിൽ ഗാന്ധിയുടെ രാമന്റെ വഴിയെ നിങ്ങൾ പോയാലും, നിങ്ങൾ ഇനിയും ത്യാഗരാജന്റെ ജഗദാനന്ദകാരകന്റെ വഴിയെ പോയാലും നിങ്ങൾ ഹിംസാത്മക പ്രാണപ്രതിഷ്ഠയുടെ മുമ്പിലേ എത്തൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും വളരെ ഭീകരമായ അട്ടിമറികളും വളരെ ഭീകരമായ നീതിനിഷേധവും നമ്മുടെ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം മദ്രാസ് ഹൈക്കോടതിയുടെ ഒരു വിധി വന്നു കഴിഞ്ഞു. പഴനി ക്ഷേത്രത്തിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. തമിഴ്നാട്ടിലെ മറ്റൊരു ക്ഷേത്രത്തിൽ സംബന്ധിച്ചൊരു വിധി പുറപ്പെടുവിക്കപ്പെട്ടിരിക്കുന്നു ഹൈക്കോടതിയിൽ നിന്നും. പാന്റും ഷർട്ട് വിട്ട് ഇനി അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയില്ല. മാംസഭക്ഷണത്തെ സംബന്ധിച്ച് രാമൻ മാംസം ഭക്ഷിച്ചു എന്ന് പറഞ്ഞ ഒരു സംഭാഷണ ശകലമുണ്ട് എന്നതിന്റെ പേരിൽ അന്നപൂരണിക്കെതിരായി വലിയ ഹിംസാത്മകമായ വെല്ലുവിളികളാണ് ഉയർന്നത്. പക്ഷേ നിങ്ങൾ നോക്കൂ, വാൽമീകി രാമായണം എടുത്ത് വായിച്ചു നോക്കൂ. സീതയെയും കൊണ്ട് കാട്ടിലൂടെ നടക്കുമ്പോൾ, നദിയിലൂടെ നടക്കുമ്പോൾ ഇതാ നല്ല പൊരിച്ച മാംസം, ഇതാ നല്ല വെന്ത മാംസം എന്ന് പറഞ്ഞുകൊണ്ട് രാമൻ സീതയ്ക്ക് മാംസം കൊടുക്കുന്ന രംഗം നിങ്ങൾക്ക് വാൽമീകി രാമായണത്തിൽ കാണാം. ചിത്രകൂടത്തിൽ ബലിയർപ്പിക്കുന്ന രംഗം വാൽമീകി രാമായണത്തിൽ വിവരിക്കുന്നുണ്ട്. അവിടെ മാനിനെയും അതുപോലെ തന്നെ പന്നിയെയും ഒക്കെ വേട്ടയാടി കൊണ്ടുവന്ന് ചിത്രകൂടത്തിൽ ബലിയർപ്പിക്കുന്ന രാമനെ നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ എത്രയോ സന്ദർഭങ്ങളിൽ കബന്ധന് മോക്ഷം കൊടുത്തതിന് ശേഷം പമ്പയിലേക്ക് പോകുമ്പോൾ കബന്ധൻ രാമനെയും ലക്ഷ്മണനെയും ഉപദേശിക്കുന്നു, നിങ്ങൾ പമ്പ സരസിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് നെയ്യുരുള പോലെയുള്ള മീനെ കിട്ടും, നിങ്ങൾക്ക് തടിച്ച കൊഴുത്ത പക്ഷികളെ വേവിച്ച് തിന്നാം എന്ന് പറയുന്ന രംഗം കാണാം. വനവാസത്തിന്റെ സന്ദർഭത്തിൽ വനവാസത്തിന് പോകാൻ നിൽക്കുന്ന സീതാദേവി ഗംഗയോട് പറയുന്നത്, ഞാൻ പോയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മാംസം കലർന്ന ചോറ് തരാം, ചിക്കൻ ബിരിയാണി തരാമെന്നായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ ബീഫ് ബിരിയാണി തന്നെ. അപ്പൊ ഇങ്ങനെ ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും വഴിപാട് നേർന്ന ഒരു പാരമ്പര്യം. പക്ഷെ ഇപ്പോൾ അന്നപൂരണിക്കകത്ത് അത്തരമൊരു പരാമർശമുണ്ട് എന്നതിന്റെ പേരിൽ വലിയ ഹാലിളകുകയാണ്. തന്ത്രഗ്രന്ഥങ്ങളെടുത്ത് പരിശോധിക്കുക. ഏറ്റവും പ്രസിദ്ധമായ ഒരു തന്ത്രഗ്രന്ഥം ബ്രഹ്മയാമളം 7-ാം നൂറ്റാണ്ടിൽ. അതിനകത്ത് താന്ത്രികനായ സാധകൻ ഭക്ഷിച്ചിരിക്കേണ്ട മാംസത്തിന്റെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ കാണാം. ദക്ഷിണേന്ത്യയിലെ തമിഴ്നാട്ടിൽ നിന്ന് ലഭ്യമായ പോണ്ടിച്ചേരി ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭ്യമായ താളിയോലയിൽ മത്സ്യത്തിന്റെ തല കളഞ്ഞ് ബാക്കി മീനിന്റെ ഭാഗം ഹോമിക്കുന്ന മത്സ്യഹോമത്തെ പറ്റി ദക്ഷിണേന്ത്യൻ ബ്രഹ്മയാമളത്തിൽ പരാമർശമുണ്ട്. ഭദ്രകാളിക്ക് നല്ല കൊഴുത്തുരുണ്ട പോത്തിനെ കൊണ്ടുവന്ന് വെട്ടിക്കൊന്ന് അതിന്റെ മാംസം ബലിയർപ്പിക്കുന്നതിനെ പറ്റിയുള്ള രംഗങ്ങൾ ബ്രഹ്മയാമളത്തിൽ കാണാം. ഞാൻ ഭയപ്പെടുന്നു, കാരണം ഈ ബ്രഹ്മയാമളം ഇനിയും പോണ്ടിച്ചേരി ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാണുമോ എന്ന്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ ചാരമായി തീരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പൊ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, വളരെ ഭീകരമായ രീതിയിൽ നമ്മുടെ സമൂഹം, ഞാൻ ഇന്ത്യൻ സമൂഹത്തെ ആകമാനം, കേരള സമൂഹത്തെ ഒരു പ്രത്യേക പരിച്ഛേദമായിട്ട് ഇവിടെ വിവരിക്കുന്നില്ല, മറിച്ച് ഇന്ത്യൻ സമൂഹത്തിൽ ആകമാനം ജാതീയ സമത്വ വ്യവസ്ഥക്കെതിരായി ആ വ്യവസ്ഥയെ പരിഷ്കരിച്ചുകൊണ്ട്, ആ വ്യവസ്ഥയെ ഉന്മൂലനം ചെയ്തുകൊണ്ട് നിലവിൽ വന്ന ഭരണഘടനയെ തന്നെ അട്ടിമറിച്ചുകൊണ്ടാണ് നമ്മുടെ സമൂഹം ഇപ്പോൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഹിന്ദുത്വ ഭീകരവാദികൾ ആ രീതിയിൽ തന്നെ ഭരണഘടനയെ ഒരു എലിയെ പോലെ ചുരണ്ടു തിന്നുകൊണ്ടിരിക്കുന്നു. ഭാരതീയ ന്യായ സംഹിത പുറത്തു വന്നു കഴിഞ്ഞു. സത്യാഗ്രഹം ഇരിക്കാൻ അനുവദിക്കാതെ സത്യാഗ്രഹം ഇരിക്കുന്നവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ ഇപ്പോൾ കഴിയും ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച്. നിങ്ങളുടെ വഴിത്തർക്കം തീർക്കാൻ വേണ്ടി വില്ലേജ് ഓഫീസർ വന്നില്ലെങ്കിൽ വില്ലേജ് ഓഫീസറുടെ മുമ്പിൽ പോയി നിങ്ങൾ സമരം ഇരുന്നാൽ
വില്ലേജ് ഓഫീസറെ നിങ്ങളുടെ കാര്യം നടത്താൻ വേണ്ടി ദുഷ്പ്രേരണ ചെലുത്തി എന്ന് വാദിച്ചുകൊണ്ട് ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് നിങ്ങളെ 45 ദിവസം റിമാൻഡ് ചെയ്യാം പുതിയ ബില്ല് അനുസരിച്ച്. ഇതെല്ലാം ഇപ്പോൾ ഭരണഘടനയുടെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സമ്പൂർണമായ സംവരണ അട്ടിമറി നടന്നു കഴിഞ്ഞു. സവർണ സംവരണം എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന കുചേല സംവരണം, ഞാൻ അതിനിട്ടിരിക്കുന്ന പേര് കുചേല സംവരണം എന്നാണ്. കുചേല സംവരണം. ഇങ്ങനെ കുചേല സംവരണത്തിലൂടെ ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെച്ച പ്രാതിനിധ്യ ജനായത്വം എന്ന് പറയുന്ന അടിസ്ഥാനപരമായ ആശയം തന്നെ സമ്പൂർണമായി തമസ്കരിക്കപ്പെട്ടിരിക്കുന്നു. അടിസ്ഥാനപരമായി ഇന്ന് രാവിലെ ഞാൻ ഈ സദസ്സിലേക്ക് വരുമ്പോൾ കണ്ട ഒരു പ്രധാനപ്പെട്ട വാർത്ത, ഗ്യാൻ വാപ്പി മസ്ജിദിനുള്ളിൽ ഹിന്ദുക്കൾക്ക് ആരാധിക്കാനായി തുറന്നു കൊടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. ആരാണ് ഈ ഹിന്ദുക്കൾ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യയിലെ ദളിതുകളോ ഇന്ത്യയിലെ പിന്നോക്ക ജാതി വിഭാഗങ്ങളോ ആരും തന്നെ ഈ ഹിന്ദുക്കളായി ഉൾപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഈ ഗ്യാൻ വാപ്പി മസ്ജിദ് ഉൾപ്പെടെ ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെച്ച, ഇന്ത്യയിലെ ഡോക്ടർ ബി ആർ അംബേദ്കറും നെഹ്റു ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ മുന്നോട്ട് വെച്ച ഒരു വിശാലമായ മതേതര ജനാധിപത്യം എന്ന് പറയുന്ന ആശയത്തെയാണ് ഇപ്പോൾ വെട്ടി തുണ്ടം തുണ്ടമാക്കി ജനാധിപത്യ ശരീരത്തെ തന്നെ ഭീകരമായി ഛിന്ന ഭിന്നമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സാമൂഹ്യ മൂല്യങ്ങൾ, ജനായത്വ മൂല്യങ്ങൾ തന്നെ സമ്പൂർണമായി അന്ധകാരത്തിൽ പെട്ടുഴലുന്ന ഒരു കാലാവസ്ഥയിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആർക്കും തന്നെ ഇവിടെ അസ്വസ്ഥരാകാതെ ഇരിക്കാൻ കഴിയുകയില്ല. കാരണം ഭീകരമായി മുസ്ലിം ജനവിഭാഗങ്ങൾ അതിഭീകരമായ അന്യവൽക്കരണത്തിനും അപരവൽക്കരണത്തിനുമാണ് വിധേയമായി കൊണ്ടിരിക്കുന്നത്. ഈ ഗ്യാൻ വാപ്പിയും മധുരയിലെ ഈദ്ഗാഹി മസ്ജിദും അതുപോലെ തന്നെ ഡൽഹിയിൽ ഇന്നലെയാണ് ഒരു പള്ളി, 300 വർഷം പഴക്കമുള്ള ഒരു പള്ളി പുലർകാലത്ത് ബ്രാഹ്മമുഹൂർത്തത്തിൽ, കോട്ടാൻകോട്ട് ബ്രാഹ്മമുഹൂർത്തത്തിൽ ഒരു JCBയും കൊണ്ടുവന്ന് അവിടെ പഠിക്കുന്ന നിരവധി വിദ്യാർത്ഥികൾ ഉറങ്ങുന്ന സമയത്ത് അവരുടെ ആഹാരവും അവരുടെ വസ്ത്രവും എടുക്കാൻ പോലും അനുവദിക്കാതെ ഭീതിതമായ സാഹചര്യത്തിൽ JCB കൊണ്ടുവന്ന് 300 വർഷം പഴക്കമുള്ള പള്ളി ഇടിച്ചു പൊളിച്ച് നമ്മുടെ കൺമുമ്പിൽ കളയുകയാണ് ഉണ്ടായത്. സുനിഹീരി പള്ളി ഡൽഹിയിലെ ഒരു പ്രധാനപ്പെട്ട പള്ളിയാണ്. മുനിസിപ്പാലിറ്റി അതിനെതിരെ ഓർഡർ ഇട്ടിരിക്കുകയാണ്, അത് പൊളിച്ചു നീക്കണം. ഹൈദരാബാദിലെ ഒരു മുസ്ലിം പള്ളിക്കെതിരായി ഹിന്ദുത്വവാദികൾ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു. അങ്ങനെ ഇന്ത്യയിലെ എല്ലാ മുസ്ലിം പള്ളികളിലും ഇനി ഒരു ശിവലിംഗവും ഒരു രാമവിഗ്രഹവും ഒരു ഹനുമാൻ വിഗ്രഹവും ഏത് നിമിഷവും കാണപ്പെടാവുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ജീവിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഏതൊരു ക്രിസ്ത്യൻ ദേവാലയത്തിന്റെ കുരിശിന് മുകളിലും ഏതു നിമിഷവും ഒരു ഹനുമൽ പ്രതിമയും ഒരു ശ്രീരാമ പ്രതിമയും ഒരു രാമധ്വജവും പ്രത്യക്ഷപ്പെടാം. അത് തന്നെയാണ് അവകാശവാദത്തിന്റെ ഏറ്റവും വലിയ തെളിവെന്ന് സുപ്രീം കോടതി വിധി തന്നെ പറഞ്ഞു വെക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വെക്കുന്നത്, ഞാൻ നവോത്ഥാനം എന്ന് പറയുന്ന ആശയത്തെ ഭരണഘടന മുന്നോട്ട് വെച്ച ജനായത്ത ആശയമായി കാണാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തന്നെ മുന്നോട്ട് വെച്ച ഈ ജനായത്ത ആശയത്തെ സമ്പൂർണമായി ഇല്ലായ്മ ചെയ്തുകൊണ്ട്, ഉന്മൂലനം ചെയ്തുകൊണ്ട് ത്രൈവർണിക ജാതി വ്യവസ്ഥയെ ഊട്ടിയുറപ്പിക്കാനാണ് ഹിന്ദുത്വ ശക്തികൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അലയൊലികളിൽ നിന്ന് കേരളത്തിന് മുക്തി കൈവന്നിട്ടില്ല എന്നാണ് നമ്മുടെ സമൂഹത്തിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗവത സപ്താഹയജ്ഞവും ഗീതാജ്ഞാനയജ്ഞവും ഭാഗവത സത്രവും. എന്തിനേറെ പറയുന്നു, നാരായണ ഗുരുവിന്റെ പേരിൽ വരെ ഇപ്പോൾ നാരായണ ഗുരു സത്രം വന്നു കഴിഞ്ഞു. ഈ രീതിയിൽ എന്തൊക്കെയാണോ നമ്മൾ ആർജിച്ചെന്ന് പറയുന്നത് അത് മുഴുവൻ നമുക്ക് കൈമോശം വന്നിരിക്കുന്ന, അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ നമ്മൾ ഒരു ഹിന്ദുത്വ രാഷ്ട്ര ശരീരത്തിന് അനുയോജ്യരായ കീടങ്ങളായി മാറുന്ന ഒരു വ്യവസ്ഥാക്രമത്തിലൂടെ നമ്മളിപ്പോൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നാം അറിഞ്ഞോ അറിയാതെയോ ഈ ഹിന്ദുത്വ ആവാസ വ്യവസ്ഥയ്ക്ക് കീഴ്പ്പെട്ട് പരിണമിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്നൊരു മോചനം സാധ്യമാവുക എന്നുള്ളതാണ് നമുക്ക് ആലോചിക്കാനുള്ളത്. അതുകൊണ്ട് ഇന്നിവിടെ നടക്കുന്ന ഈ ചർച്ച കേവലമായ ഒരു ചർച്ചയല്ല. നാം എങ്ങനെ അതിജീവിക്കണമെന്നും നമ്മുടെ അതിജീവനത്തിന്റെ മന്ത്രം എന്താണെന്നും ആലോചിക്കേണ്ട ഒരു സവിശേഷ സന്ദർഭത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിഭീകരമായ ഒരു അവസ്ഥാവിശേഷത്തിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു എല്ലാ അർത്ഥത്തിലും. അജയ് ശേഖർ മാഷി ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏത് മൂല്യങ്ങളാണോ നാം ആർജിച്ചെന്ന് പറയുന്നത്, ആ മൂല്യങ്ങളെല്ലാം സമ്പൂർണമായി നാം തന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ഭാഗത്ത് രാമന്റെ പ്രതിമ അല്ലെങ്കിൽ രാമന്റെ ചിത്രമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്
ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് രാമരാജ്യത്തിന്റെ പ്രതീകമാണെന്ന് വ്യാഖ്യാനിക്കുന്നു. അങ്ങനെ വ്യാഖ്യാനിക്കുന്ന ഹിന്ദുത്വവാദികൾ ഇന്ത്യൻ ഭരണഘടനയിലുള്ള അക്ബറിന്റെയോ ടിപ്പുവിന്റെയോ ശ്രീബുദ്ധന്റെയോ ചിത്രങ്ങൾ കാണുന്നുമില്ല. അപ്പൊ ഈ രീതിയിൽ നമ്മുടെ സമൂഹത്തെ ഒരു രാമരാജ്യ വ്യവസ്ഥയായിട്ട് മാറ്റിക്കൊണ്ടിരിക്കും. കേരളത്തിൽ ഇറങ്ങിയ ഒരു പത്രം ഈ പ്രാണപ്രതിഷ്ഠയുടെ അന്ന് പ്രസിദ്ധീകരിച്ച ഫോട്ടോ അല്ലെങ്കിൽ ഏറ്റവും മുമ്പിലത്തെ പേജിൽ എഴുതിയിരുന്നത് രാമരാജ്യം എന്നാണ്. രാമരാജ്യം എന്നാണ്. സഹോദരൻ അയ്യപ്പൻ പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞൊരു വാചകമുണ്ട്. ഈ ജോർജ് രാജ്യത്തിന് പകരം രാമരാജ്യം വന്നാൽ പണ്ഡിറ്റും മറ്റും ഈയമുരുക്കി ഒഴിക്കലും നാക്കറുക്കലും തുടരുമെന്നല്ലാതെ മറ്റൊന്നും സാധിക്കുകയില്ല എന്ന് വളരെ കൃത്യമായി സഹോദരൻ അയ്യപ്പൻ പറയുകയുണ്ടായി. രാമനാമം ജപിക്കാൻ പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ ആവശ്യപ്പെട്ടപ്പോൾ രാവണാക്കി ജയ് വിളിച്ചുകൊണ്ടാണ് പ്രബുദ്ധനായ സഹോദരൻ അയ്യപ്പനും CO കരുണാകരനും പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യയുടെ രാമരാജ്യ പ്രേമത്തെയും രാമപ്രേമത്തെയും നേരിട്ടത്. അതുകൊണ്ട് ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സംഭാഷണം ഉപസംഹരിക്കുന്നു. നിങ്ങൾ വിമോചനാത്മകമായ ഒരു രാമനെയാണ് തേടുന്നതെങ്കിൽ നിങ്ങളുടെ ആ സഞ്ചാരം ചാണകക്കുഴിയിലേക്ക് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. കാരണം അത് ഏത് രാമനായിക്കോട്ടെ, ത്യാഗരാജന്റെ ജഗദാനന്ദകാരകനായ രാമനായാലും ഗാന്ധിയുടെ രാമനായാലും ഭക്തജനങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ ഇരിക്കുന്നത് സന്ധ്യാസമയത്ത് ജപിക്കുന്ന ആ രാമനാമമുണ്ടല്ലോ, ഭംഗിയോടെ ഭൂമി തന്നെ ബ്രാഹ്മണർക്ക് നൽകുവാൻ ഭാർഗവനായി വന്നുദിച്ച രാമ പാഹിമ. ഇങ്ങനെ ബ്രാഹ്മണർക്ക് ഭൂമി കൊടുക്കാൻ വരുന്ന രാമനാണ് ജനസഹസ്രങ്ങളുടെ ഉള്ളിലിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഏത് രാമനെ പറ്റി പറഞ്ഞാലും ആത്യന്തികമായി ആ വിമോചനാത്മകമായ രാമനെ അവതരിപ്പിക്കുന്ന നിങ്ങളും നിങ്ങളുടെ അനുയായികളും അത് കേൾക്കുന്ന ജനസഹസ്രങ്ങളും ചാണകക്കുഴിയിലേക്കാണ് പതിക്കാൻ പോവുക. ആത്യന്തികമായി നമ്മുടെ ഭരണഘടനാ ജനാധിപത്യത്തെ തന്നെ തകർക്കുവാനുള്ള വെല്ലുവിളിയാണ് വിമോചനാത്മകമായ രാമനെ വെച്ചുകൊണ്ട് ഇന്ത്യൻ സമൂഹത്തെ വെല്ലുവിളിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം രാമന്മാരെ ഉപേക്ഷിച്ചുകൊണ്ടല്ലാതെ, അതുകൊണ്ടാണ് ഡോക്ടർ BR അംബേദ്കർ 1956 ഞാൻ ഇനിയും രാമനെയും കൃഷ്ണനെയും ആരാധിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ബുദ്ധിസത്തിലേക്ക് പരിവർത്തനം ചെയ്തത്. അതുകൊണ്ട് ഇത്തരം രാമബിംബങ്ങൾ ഒന്നും തന്നെ നമ്മളെ ഇനി സഹായിക്കാൻ പോകുന്നില്ല. അത് എല്ലാ അർത്ഥത്തിലും നെയ്കോരുന്ന ഹോമങ്ങളായി മാത്രമേ പരിണമിക്കുകയുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തരം ഒരു സംഭാഷണത്തിന് ആയിട്ട് എന്നെ ക്ഷണിച്ച സാഹിത്യ അക്കാദമിയുടെ ഭാരവാഹികളോട്, എന്നെ ശ്രവിച്ച എല്ലാവരോടും സ്നേഹത്തിന്റെ ഭാഷയിലുള്ള അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. രാമരാജ്യത്തിന് ഉതകുന്ന ആവാസ വ്യവസ്ഥയ്ക്ക് ഉതകുന്ന പൗരത്വത്തെ സൃഷ്ടിക്കുന്ന വർത്തമാനകാല പ്രക്രിയയെക്കുറിച്ചാണ് നമ്മളോട് ഡോക്ടർ ശ്യാംകുമാർ സംസാരിച്ചത്. ഡോക്ടർ MB മനോജിനെ സംസാരിക്കുന്നതിന് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷ, അതുപോലെ എനിക്ക് മുമ്പ് വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ച സുഹൃത്തുക്കൾ അജയ് ശേഖർ, ശ്യാംകുമാർ, നമ്മളെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച് ഘാതകപദം, അതുപോലെ സരസ്വതി വിജയം തുടങ്ങിയിട്ടുള്ള ഒരു നവോത്ഥാന നോവൽ പാരമ്പര്യമുണ്ട്. നിർഭാഗ്യവശാൽ നമുക്ക് ലക്ഷണമൊക്കാത്ത കൃതികളായിട്ടാണ് നമ്മൾ അവയെ കണ്ടത്. ഇന്ദുലേഖ എന്ന ലക്ഷണമൊത്ത കൃതിയിലേക്ക് സാഹിത്യ പഠിതാക്കൾ വളരെ പെട്ടെന്ന് മാറുകയും നിരന്തരം അത് നമ്മുടെ എല്ലാ വിദ്യാലയങ്ങളിലും സ്ഥാപിച്ച് വരികയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു പ്രത്യേക സമൂഹത്തിൻ്റെ അവകാശങ്ങളിൽ മാത്രം ഊന്നിയ മലയാളി മെമ്മോറിയൽ കേരളത്തിൻ്റെ മൊത്തം ആളുകളുടെ പ്രശ്നം അഭിസംബോധന ചെയ്ത ഒരു മെമ്മോറിയലാണ് എന്ന ഒരു നുണ അത് റിപ്പോർട്ട് കൊടുത്ത അന്ന് മുതൽ ഇന്ന് വരെ പ്രചരിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ബംഗാളിലെ ഉപരി വിഭാഗങ്ങളുടെ പ്രശ്നങ്ങളെ മാത്രം അഭിസംബോധന ചെയ്ത ബംഗാൾ നവോത്ഥാനം ഇന്ത്യയുടെ മൊത്തം നവോത്ഥാനത്തിൻ്റെ ഭാഗമാണ് എന്ന് നിരന്തരം പ്രചരിപ്പിക്കുവാൻ സാധിക്കുന്നു. അതേസമയം എനിക്ക് മുമ്പ് സംസാരിച്ച രണ്ടുപേരും പറഞ്ഞതുപോലെ കേരളത്തിലെ തദ്ദേശ ജനസമൂഹങ്ങളുടെ നവോത്ഥാനവും അതുപോലെ
മഹാരാഷ്ട്രയിലെ ഫുലെ ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വച്ച നവോത്ഥാനവും ഓരോ സന്ദർഭങ്ങളിലും അത് മറക്കുകയോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംവാദങ്ങളിൽ നിന്നും ഒഴിവാകുവാൻ മലയാളിയെ നിരന്തരം പരിശീലിപ്പിക്കുന്ന ഒരു മുഖ്യധാര ബോധം നമ്മളുടെ പൊതുമണ്ഡലങ്ങളിൽ നിരന്തരം പ്രവർത്തിക്കുകയും ചെയ്തു. ഈ മുഖ്യധാര ബോധമാണ് സത്യത്തിൽ ഓരോ കാലഘട്ടങ്ങളിലും നമ്മുടെ സമൂഹത്തിൻ്റെ വികാസത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നത് എന്ന് നമ്മൾ ഇനിയും ചിന്തിക്കുവാൻ വൈകിക്കൂടാ എന്നതാണ്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു അടിത്തറയായി മാറിയത് ഈ നവോത്ഥാന ആശയങ്ങളായിരുന്നു. പ്രധാനമായിട്ടും ഗാന്ധിജിയുടെ മുൻകൈയിൽ രൂപപ്പെട്ട ദേശീയ പ്രസ്ഥാനം ഇന്ത്യയിലെ എല്ലാ നവോത്ഥാന നേതൃത്വങ്ങളെയും നേരിട്ട് കണ്ട് നേരിട്ട് സംവദിച്ച് പരിഷ്കരിച്ചും സ്വയം തിരുത്തിയും ഒരളവോളമെങ്കിലും, ഗാന്ധിജി ഒരു പൂർണ്ണനായ വ്യക്തിയാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, നേരെ മറിച്ച് അദ്ദേഹത്തിൻ്റെ തന്നെ ആശയങ്ങൾ ഓരോ ഘട്ടത്തിലും അദ്ദേഹം തന്നെ പരിഷ്കരിച്ചും സ്വയം തിരുത്തിക്കൊണ്ടുമാണ് ദേശീയ പ്രസ്ഥാനം നമ്മളുടെ നവോത്ഥാന ആശയങ്ങളെ സ്വീകരിച്ചത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ടാണ് ശ്യാംകുമാർ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ ഭരണഘടന രൂപപ്പെടുകയും ചെയ്യുന്നത്. അഥവാ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിലും നമ്മുടെ ഭരണഘടനയിലും നവോത്ഥാനത്തിൻ്റെ ഏറ്റവും വിശിഷ്ടമായ പ്രതിഫലനം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയെ നിരന്തരം അവഗണിക്കുക, ഇന്ത്യൻ ഭരണഘടനയെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നേരത്തെ നമ്മൾ ഘാതകവധം, സരസ്വതി വിജയം, ഫൂലെ, കേരളത്തിലെ തദ്ദേശ നവോത്ഥാനം, ഇവയൊക്കെ നിരന്തരം നമ്മൾ അവഗണിച്ചതുപോലെ ഇന്ത്യൻ ഭരണഘടനയെയും നമ്മൾ നിരന്തരം അവഗണിക്കുകയായിരുന്നു. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ ഘട്ടത്തിൽ പ്രതിപക്ഷത്ത് ഇരിക്കുവാൻ അവസരം ലഭിച്ച ഒരു ആശയം കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വർഷങ്ങളോളം ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിക്കാനാണ് ശ്രമിച്ച് വന്നിരുന്നത്. ഇന്ത്യൻ പാർലമെന്റ് ഒരു വലതുപക്ഷ മുതലാളിത്ത പാർലമെന്റാണ് എന്നാണ് അവർ നിരന്തരം ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഡോക്ടർ അംബേദ്കറിനെ ഒരു മുതലാളിത്തത്തിന്റെ ചാരൻ എന്നാണ് അവർ വിളിച്ചുകൊണ്ടിരുന്നത്. കുറഞ്ഞത് 2000 വരെയെങ്കിലും ഈ ആശയമായിരുന്നു ആ രാഷ്ട്രീയ ദർശനങ്ങളുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഭരിച്ചിരുന്നത്. അവർ നിരന്തരം ഇലക്ട്രൽ പൊളിറ്റിക്സിൽ മത്സരിക്കുന്നവരും അധികാരം ഉപയോഗിക്കുന്നവരും ഒക്കെയാണ്. പക്ഷേ അവർ ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കുകയല്ല, ഇന്ത്യൻ പാർലമെന്റിനെ അംഗീകരിക്കുകയില്ല. ഇതാണ് സത്യത്തിൽ ഇന്ത്യൻ ഭരണഘടനയെ തകർക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച 2 ഘടകങ്ങളിൽ ഒന്ന്. ഒരു വശത്ത് മനുസ്മൃതിവാദം മുന്നോട്ട് വെച്ച മനുവാദികളുടെ താല്പര്യങ്ങൾ, മറുവശത്ത് മാർക്സിയൻ ആശയങ്ങൾ പിന്തുടരുന്ന എന്ന് സ്വയം വിചാരിച്ചിരുന്ന, സത്യത്തിൽ അവർ മാർക്സിസ്റ്റുകളൊന്നും അല്ല, അവർ വിചാരിക്കുകയാണ്, അല്ലെങ്കിൽ അവരിങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. ഈ 2 ആശയങ്ങളും കഴിഞ്ഞ 75 വർഷവും ഇന്ത്യൻ നവോത്ഥാനത്തെയും ഇന്ത്യൻ ഭരണഘടനയെയും ദേശീയ നേതൃത്വങ്ങളെയും നിരന്തരം ആക്രമിക്കുകയും ഇത് ഫലത്തിൽ മനുവാദത്തിന് അനുയോജ്യമായ ഒരവസരം ഒരുക്കി കൊടുക്കുകയും ആയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നാരായണ ഗുരു, അയ്യൻകാളി, സഹോദരനയ്യപ്പൻ, മമ്പുറം തങ്ങൾ, വൈകിലപ്പച്ചൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ നവോത്ഥാന പഠനങ്ങളൊക്കെ രൂപപ്പെട്ടപ്പോൾ അതിനെ 90കളിൽ വർഗീയ പഠനങ്ങൾ എന്നാണ് ഇത്തരം സംവാദ മണ്ഡലങ്ങൾ വിളിച്ചത്. ഇപ്പോൾ അതിനെ സ്വത്വ പഠനങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഒരു വശത്ത് വർഗീയ പഠനങ്ങൾ എന്ന് വിളിച്ചുകൊണ്ട് കഴിഞ്ഞ 10-30 വർഷം അതിനെ ഒഴിവാക്കിക്കൊണ്ടിരുന്നു. പിൽക്കാലത്ത് സമകാലത്ത് സ്വത്വവാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഒഴിവാക്കുവാൻ ശ്രമിക്കുന്നു. ഫലത്തിൽ ഇത്തരത്തിലുള്ള ആശയങ്ങളാണ് ഇന്ത്യയുടെ നവോത്ഥാനത്തെ നിരന്തരം പുറത്ത് നിർത്തുവാൻ ശ്രമിച്ചു വന്നിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദ്രാവിഡ മതങ്ങൾ, സിഖ് മതങ്ങൾ, PRDS, രവിദാസി, ബുദ്ധിസം, ജൈനം തുടങ്ങിയിട്ടുള്ള സ്വതന്ത്രമായ ആശയങ്ങളുള്ള, ജനാധിപത്യ മൂല്യങ്ങളുള്ള, തുല്യത കൽപ്പിച്ച ഇന്ത്യയിലെ മതങ്ങൾക്കൊന്നും തന്നെ അവരുടേതായ ഒരു സ്വാതന്ത്ര്യം ലഭിച്ചില്ല. അവയൊക്കെയും ഹിന്ദു വ്യക്തി നിയമങ്ങളുടെ ഭാഗമാവുകയും ഫലത്തിൽ ഹിന്ദുമതത്തിന്റെ ഭാഗമായി അവയെ സ്ഥാപിക്കുകയുമാണ് ചെയ്തത്. ഇതിലൂടെ
ഈ മതങ്ങൾക്കൊന്നും തന്നെ സ്വതന്ത്രമായ ആശയങ്ങൾ ആ അർത്ഥത്തിൽ ആവിഷ്കരിക്കുവാനോ നടപ്പിലാക്കുവാനോ സാധിച്ചില്ല. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും കഴിഞ്ഞ 75 വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ സ്വാതന്ത്ര്യാനന്തരം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും നവോത്ഥാന ആശയങ്ങളെ പിറകോട്ട് കൊണ്ടുപോകുന്നതിന് കാരണമായി തീരുകയുണ്ടായി. നവോത്ഥാന ആശയം പിറകോട്ട് പോകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അജയ് ശേഖർ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ പ്രാതിനിധ്യ അവകാശങ്ങളിൽ നിന്നും അത് ആരുമായിക്കോട്ടെ, അത് ട്രാൻസ്ജെൻഡർ ആയിക്കൊള്ളട്ടെ, അത് ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഇനിയും ഒരുപക്ഷെ പുതിയ രൂപത്തിൽ നമ്മൾ വിലയിരുത്തിയിട്ടില്ലാത്ത സമൂഹങ്ങളായിക്കൊള്ളട്ടെ, റെപ്രസെന്റേഷൻ എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ റെപ്രസെന്റേഷനെ കുറിച്ചിട്ടുള്ള ചർച്ചകളിൽ നിരന്തരം അധികാരികൾ പിൻമടങ്ങുന്നതാണ് നമ്മൾ മുൻപും കാണുന്നത്. ഇപ്പോ 4ാമിടം 3ാമിടം പോലുള്ള രാഷ്ട്രീയ ചർച്ചകൾ നടന്ന 90കളിൽ പോലും റെപ്രസെന്റേഷനെ കുറിച്ചിട്ടല്ല സംസാരിച്ചിരുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അധികാരവും സമ്പത്തും രൂപപ്പെടുത്തുന്ന വ്യക്തികൾക്കോ സമൂഹങ്ങൾക്കോ മാത്രമേ ഇന്ത്യയിലെ ഈ ജീർണതയിൽ നിന്നും മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ. അതിന്റെ പല പ്രതിഫലനങ്ങളും ഇപ്പോൾ ഗാന്ധിയൻ ആശയങ്ങളോട് താല്പര്യപ്പെട്ട വിനോബ ഭാവെ പ്രസ്ഥാനം സമൂഹത്തിലെ മുഖ്യധാരയുടെ ഉള്ളിൽ തന്നെ ഒരു പരിണാമത്തിനാണ് ശ്രമിച്ചത്. അതിന്റെ ഒരു കേരളത്തിന്റെ ഒരു തെളിവാണ് മലപ്പുറം ജില്ലയിലെ ഒരു ഗ്രാമത്തിലെ വിനോബ ഭാവയുടെ ശിഷ്യൻ 1500 ഹരിജന കുടുംബങ്ങൾക്ക്, പുതിയ രീതിയിൽ പറയുമ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗങ്ങൾക്ക്, തന്റെ സ്വന്തം അദ്ദേഹം ഗുജറാത്തിലെ നിന്ന് വരുന്ന ഒരു കച്ചവടക്കാരനായ ഷേണായി വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹം തന്റെ കുടുംബ സ്വത്ത് വിറ്റ് 1500 കുടുംബങ്ങൾക്ക് അദ്ദേഹം 2 ഏക്കർ ഭൂമി വീതം അദ്ദേഹം വിതരണം ചെയ്യുകയും അത് മറ്റ് ആളുകൾക്ക് വിറ്റ് നഷ്ടപ്പെടാതിരിക്കുവാൻ ഈ കുടുംബങ്ങൾ തന്നെ അവർക്കുള്ളിൽ മാത്രമാണ് ഇതിന്റെ ക്രയവിക്രയമെന്ന് രേഖ എഴുതി വെക്കുകയും ഇന്നും നെടിയിരിപ്പ് കോളനി എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഭൂപ്രദേശം, ആ വിഭാഗങ്ങൾ ഇന്നും അവരുടെ കൈവശം നമുക്ക് കാണുവാൻ സാധിക്കും. 2 ഏക്കർ ഭൂമി വീതമാണ് ഓരോ കുടുംബങ്ങൾക്കും നൽകിയത്. അതേസമയം കേരളത്തിലെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഭൂപരിഷ്കരണം എന്താണ് ചെയ്തത്? ഭൂപരിഷ്കരണം ചെയ്തത് ഭൂസ്വാമിമാരായ സമ്പന്നന്മാർക്ക് EMS-നെ പോലുള്ളവർ അവരോട് പോയി സംസാരിച്ച് അവരോട് ഒന്നുകിൽ നിങ്ങൾ ഭൂമി 5 ഏക്കർ വീതം ഓരോ കുടുംബങ്ങളുടെ ഓരോ അംഗങ്ങളുടെയും പേരിൽ എഴുതി വെക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളത് വിറ്റ് നിങ്ങളത് പണമായി ബാങ്ക് രൂപപ്പെടുത്താൻ പറഞ്ഞു. അങ്ങനെ വിറ്റ് പണമാക്കിയവർ ഗൃഹലക്ഷ്മി ബാങ്ക് രൂപപ്പെടുത്തി. അല്ലാത്തവർ വീട്ടിലെ ഓരോ കുടുംബാംഗങ്ങളുടെ പേരിലും 5 ഏക്കർ ഭൂമി വീതം അത് വീതിച്ചു. അതിനുശേഷമാണ് ഭൂപരിഷ്കരണം നടന്നത്. ആ ഭൂപരിഷ്കരണത്തിൽ 5 സെന്റും 2 സെന്റിനും അപ്പുറത്തേക്ക് ഭൂരഹിതരായ കുടിയാന്മാരായ യഥാർത്ഥ തൊഴിലാളികൾക്ക് കിട്ടിയില്ല, യഥാർത്ഥ അധ്വാന സമൂഹങ്ങൾക്ക് കിട്ടിയില്ല. അവിടെ തന്നെ TV ചന്ദ്രനെ പോലുള്ള സംവിധായകന്മാർ പറയുന്നത് പോലെ പണി നോക്കി നിന്നവന്, വയലിൽ നോക്കി നിന്നവന് ഭൂമി കിട്ടി, വയലിലിറങ്ങി പണിതവന് ഭൂമി കിട്ടിയില്ല. ഇതാണ് കേരളത്തിൽ നടന്ന ഭൂപരിഷ്കരണം. കേരളത്തിലെ എയ്ഡഡ് വിദ്യാഭ്യാസത്തെക്കുറിച്ചും കേരളത്തിലെ ഗവൺമെന്റ് സെക്ടറുകളുടെ ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥത കൊണ്ട് തകർന്നടിഞ്ഞു പോകുന്നതിനെ സംബന്ധിച്ചും കേരളത്തിലെ ഓരോ സംവിധാനങ്ങളിലെയും റിസർവേഷനുകളുടെ അട്ടിമറികളെ കുറിച്ചുമൊക്കെ നമ്മളിവിടെ നിലവിൽ എനിക്കുമുള്ളവർ സംസാരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നവോത്ഥാനം എന്ന് പറയുന്നത് ലക്ഷ്യം വെച്ചത് സമ്പത്തും അധികാരവുമുള്ള ആളുകളായി ഓരോ ഇന്ത്യക്കാരെയും മാറ്റി തീർക്കുക എന്നുള്ളതാണ്. അത് ദലിതരെയോ ആദിവാസികളെയോ ദരിദ്രരെയോ സ്ത്രീകളെയോ എന്ന നിലയിലൊന്നുമല്ല, ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും. അതുകൊണ്ടാണ് നമ്മളൊരു ക്ഷേമരാഷ്ട്ര സങ്കല്പം എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ക്ഷേമരാഷ്ട്രം, വെൽഫെയർ സ്റ്റേറ്റ് എന്നൊരു ആശയം നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ആ അർത്ഥത്തിൽ സമ്പത്തും അധികാരവും ഇന്ത്യയിലെ പൗരന്മാർക്ക് ലഭ്യമാക്കുന്നതിനുള്ള ഏത് തരത്തിലുള്ള പദ്ധതിയാണ് അതിന്റെ പ്രായോഗികതയിൽ സംഭവിച്ചത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യുന്ന ആളുകൾ ഇന്നും ഭൂരഹിതരായി ജീവിക്കേണ്ടി വരുന്നു. കിടപ്പാടത്തിന് വേണ്ടി സമരം ചെയ്യുന്നവർ കിടപ്പാടമില്ലാത്തവരായി പോകുന്നു. 2 or 3 സെന്റ് ഭൂമി പോലും വിതരണം ചെയ്തിരുന്ന സംവിധാനങ്ങൾ ഇല്ലാണ്ടാവുകയും അവരെ വായുവിൽ, ആകാശത്ത് അവരെ ഇടുങ്ങിയ മുറികളിൽ അവരെ തൂക്കി നിർത്തുന്ന
പുതിയ ഫ്ലാറ്റ് പരിപാടികൾ ആവിഷ്കരിക്കുന്നു. ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ ആദിവാസികൾക്ക് 1 ഏക്കർ ഭൂമി വരെ വാങ്ങാമായിരുന്ന ആശയ്ക്കും ഭൂമി ആദിവാസികൾക്ക് എന്ന പ്രോജക്റ്റ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി നടപ്പിലാക്കുന്നില്ല. ഫയല് മടക്കി മാറ്റിവെച്ചിരിക്കുന്നു. അങ്ങനെ ഭൂമിയുടെ അവകാശത്തിൽ നിന്നും, വിദ്യാഭ്യാസത്തിന്റെ അവകാശത്തിൽ നിന്നും, സമ്പത്തിന്റെ അവകാശത്തിൽ നിന്നും, തൊഴിലിന്റെ അവകാശത്തിൽ നിന്നും നിരന്തരമായി അട്ടിമറിക്കപ്പെടുന്ന മനുഷ്യർ. ഇതാണ് നവോത്ഥാനത്തിന്റെ അട്ടിമറി എന്ന് പറയുന്നത്. അതല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിന്റെ അട്ടിമറിയല്ല. ഇപ്പൊ പാലക്കാട് ഷെഡ്യൂൾ കാസ്റ്റ് വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഫണ്ട് കൊണ്ട് പാലക്കാട് ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങി. ഏതാണ്ട് 170ഓളം വിദ്യാർത്ഥികൾ ഒരു വർഷം പഠിച്ച് പുറത്തിറങ്ങുന്നു. നേഴ്സ് വിദ്യാർത്ഥികൾ പുറത്തിറങ്ങുന്നു. അവർക്ക് ആ മെഡിക്കൽ കോളേജിൽ ജോലി ലഭിക്കുന്നു. പാലക്കാട് പോലുള്ള സ്ഥലത്ത് ആ മെഡിക്കൽ കോളേജ് ഒരു വലിയ ഒരു സ്ഥാപനമായി വികസിച്ചു വരുന്നു. ആ പ്ലാൻ തന്നെയും അട്ടിമറിക്കപ്പെട്ടതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ വിഭാഗങ്ങളുടെ സാമ്പത്തികമായ വികാസം, സാമൂഹികമായ വികാസം, വിദ്യാഭ്യാസമായ വികാസം, അല്ലെങ്കിൽ അവരുടെ സ്ഥാപനങ്ങൾ രൂപപ്പെടുത്താനുള്ള അവരുടെ വികാസം, വിദേശ തൊഴിലിന് വേണ്ടിയിട്ടുള്ള അവരുടെ ശ്രമങ്ങൾ, വിവിധ ഭാഷകൾ പഠിക്കാനുള്ള അവരുടെ ആഗ്രഹങ്ങൾ, ഇവയൊക്കെ ഓരോന്നിനെയും തടസ്സം ചെയ്യുകയും ആ തടസ്സം ചെയ്യുന്നതിന്റെ ഉള്ളിൽ അധികാരികളാണ്. ഇന്ത്യൻ ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്യുന്ന അധികാരികളാണ് അവർ. ആ തൊട്ട് സത്യം ചെയ്യുമ്പോൾ മാത്രമേ അവർ ഒരു തന്ത്രമാണ്. ആ സമയത്ത് മാത്രം അവരുടെ ഉള്ളിലുള്ളത് വളരെ കൃത്യമായ വർഗീയതയാണ്. അവരുടെ ഉള്ളിലുള്ളത് വളരെ കൃത്യമായ സ്വസമുദായ താല്പര്യങ്ങൾ മാത്രമാണ്. അത് അധ്യക്ഷ തന്നെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞു. അധ്യക്ഷയുടെ തന്നെ ഗ്രാമത്തെ അത് മാതൃകയാക്കി കഴിഞ്ഞു. അത് ഇന്ത്യയിൽ ഉടനീളം അത് സംഭവിച്ചുകൊണ്ടേയിരുന്നു. അത് കുറച്ചുകൂടി വ്യക്തമായി സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നവോത്ഥാനം എന്ന മൂല്യം അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേക വസ്തുവൊന്നുമല്ല. നവോത്ഥാന മൂല്യം എന്നത് ഇന്ത്യയിലെ മനുഷ്യർക്ക് അധികാരത്തിലും സമ്പത്തിനും പ്രവേശിക്കുന്നതിനും അവർക്ക് നിരന്തരമായി വികസിക്കുന്നതിനുമുള്ള അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു അവസരം കേരളത്തിൽ എന്തായാലും ഇല്ല എന്ന് ഉറപ്പാണ്. കേരളത്തിൽ കുറച്ചു കാലമായി 1.5 വർഷമായി സ്റ്റൈബൻഡോ, ലംസം ഗ്രാൻഡോ, ഫെലോഷിപ്പോ ലഭിക്കാത്ത വിദ്യാർത്ഥികളാണ് കേരളത്തിലെ കോളേജുകളിലും സ്കൂളുകളിലും ഉള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഈ രീതിയിൽ അവർക്ക് ലഭിക്കേണ്ട അവകാശം നഷ്ടപ്പെടുത്തുന്നത്? അവർ ഹോസ്റ്റലിൽ താമസിക്കുന്നവരുണ്ട്, സ്വകാര്യ ഹോസ്റ്റലുകളിൽ താമസിക്കുന്നവരുണ്ട്, ഡേ സ്കോളേഴ്സ് ആയിട്ടുള്ളവരുണ്ട്, ഗവേഷണം നടത്തുന്നവരുണ്ട്. 25 ഗവേഷകർ നിയമസഭയുടെ മുമ്പിൽ അവരുടെ ഫെലോഷിപ്പിന് വേണ്ടിയിട്ട് അവർക്ക് കുത്തിയിരിപ്പ് അല്ലെങ്കിൽ പട്ടിണി സമരം നടത്തേണ്ടി വന്നു. ഈ ഗവേഷകർ എങ്ങനെയാണ് ഗവേഷണം നടത്തുക? എങ്ങനെയാണ് അവർ ഫീൽഡ് വർക്ക് നടത്തുക? എങ്ങനെയാണ് അവരുടെ ഡേ ടു ഡേ ലൈഫ് നടത്തുക? എങ്ങനെയാണ് അവർ ഹോസ്റ്റൽ ഫീസ് നടത്തുക? വിദ്യാർത്ഥികൾക്ക്, ഗവേഷകർക്ക് പോലും ഇതാണ് അവസ്ഥയെങ്കിൽ സാധാരണ തൊഴിലാളികളുടെ അവസ്ഥ എന്താണ്? എനിക്ക് പരിചയമുള്ള ബഹുഭൂരിപക്ഷം തൊഴിലാളികളും പറയുന്നത് കേരളത്തിൽ കുറെ കാലമായി തൊഴിൽ രാഹിത്യം നിരന്തരമായി അനുഭവപ്പെടുന്ന ഒരു അന്തരീക്ഷമാണ് ഉള്ളതെന്നാണ്. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് തുച്ഛമായ വളരെ ചെറിയ വരുമാനം കൊണ്ട്, ചെറിയ കൂലി കൊണ്ട് അവരാൽ തൊഴിൽ ചെയ്യപ്പെടുകയും കേരളത്തിലെ തൊഴിലാളികൾ നിരന്തരമായി പുറത്തു നിൽക്കുന്ന, കെട്ടിട നിർമ്മാണ തൊഴിൽ മേഖലയിൽ നിന്നൊക്കെ ബഹുഭൂരിപക്ഷം മലയാളികളായ തൊഴിലാളികളും പുറത്തു നിൽക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കേരളത്തിന്റെ തൊഴിൽ മേഖല ചെന്നെത്തിയിട്ടുള്ളത്. ഗവൺമെന്റ് മേഖലകൾ നിരന്തരമായി സ്വകാര്യവൽക്കരിക്കപ്പെടുന്നു. KSRTC തന്നെ പ്രത്യേകമായ ചില സ്വകാര്യ സംവിധാനങ്ങൾ വരുന്നു. 15,000-ഓളം ആളുകളെ തീരുമാനിക്കുന്നതും യാതൊരുവിധ റിസർവേഷന്റെയും മാനദണ്ഡത്തിലല്ല എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ നവോത്ഥാനം എന്നത് എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒരു കവലപ്രസംഗത്തിന് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രഭാഷകന്റെ വായാടിത്ത താളത്തിന് വേണ്ടിയിട്ട് തുള്ളുന്ന കാര്യമല്ല. ഒരു മലയാളിക്ക്, ഒരു ഇന്ത്യക്കാരന്, ഒരു സാധാരണക്കാരിയായ പെൺകുട്ടിക്ക് സാമ്പത്തികവും സാമൂഹികവും ആയിട്ടുള്ള അവരുടെ ഉയർച്ച, അവരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ സാധിക്കുന്നുണ്ടോ എന്നതാണ് നമ്മളുടെ നവോത്ഥാനം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ആ അർത്ഥത്തിലുള്ള ഒരു ശ്രമം നടത്തുവാൻ സാധിക്കുന്ന ഒരു സ്ഥലത്ത് മാത്രമേ നവോത്ഥാനം എന്ന ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ. ഈ പറഞ്ഞ പാലക്കാട് മെഡിക്കൽ കോളേജിൽ ആ മെഡിക്കൽ കോളേജിന്റെ കോമ്പൗണ്ടിൽ നിന്നും 5 ഏക്കർ ഭൂമി മറ്റൊരു നവോത്ഥാന നായകന് വേണ്ടിയിട്ട്
ആ മെഡിക്കൽ കോളേജിന്റെ കോമ്പൗണ്ടിൽ നിന്ന് തന്നെ മാറ്റി വകയിരുത്തിയ ഒരു രീതിയിലാണ് നമ്മളുടെ നവോത്ഥാന രീതികളും നമ്മളുടെ പ്രയോഗ മാതൃകകളും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ FB പോസ്റ്റിൽ എനിക്ക് എഴുതേണ്ടി വന്ന ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ എയ്ഡഡ് മേഖല, ഇവിടുത്തെ ഗവൺമെന്റ് മേഖലയിലെ സ്വകാര്യവൽക്കരണം, ഇതിലൊന്നും വലിയ വ്യത്യാസമൊന്നും UGCയുടെ റിസർവേഷൻ അട്ടിമറിയിലോ അല്ലെങ്കിൽ NEP-യിലോ ഒന്നും കാണുന്നില്ല. ഇതിന്റെ അന്തർധാരകൾ പലപ്പോഴും ഒരുപോലെയായി നമുക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇതിനെ നമുക്ക് അദ്വൈതം എന്ന് വിളിക്കാം. രണ്ടല്ല രണ്ടും ഒന്ന് തന്നെ എന്ന് നമുക്ക് വിളിക്കാം. അതുകൊണ്ട് തന്നെ നമ്മളുടെ ദേശീയ നേതൃത്വങ്ങൾ, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ വ്യക്തിത്വങ്ങൾ വളരെയേറെ ഇന്ത്യൻ സമൂഹത്തെ വളരെയേറെ ഭാവിയോടുകൂടി കണ്ട ആ ഒരു ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ത്യയിലെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള മനുഷ്യർക്ക്, ഇന്ത്യയിലെ ഭൂരഹിതരായ മനുഷ്യർക്ക്, ഇന്ത്യയിലെ തദ്ദേശ സമൂഹങ്ങൾക്ക്, സ്ത്രീകൾക്ക്, മറ്റ് ഇതര തരത്തിലുള്ള ശാരീരികമായ ക്ഷമതയില്ലാത്തവർക്ക്, ദരിദ്രർക്ക്, ഏത് ദരിദ്രർക്കുമായിക്കോട്ടെ, അവർക്കൊക്കെയും ഉയരുവാനുള്ള, അവർക്കൊക്കെയും വികസിക്കാനുള്ള, അവർക്കൊക്കെയും തുല്യമായി ജീവിക്കാനുള്ള ഒരു സംവിധാനം രൂപപ്പെടുന്നതിന്റെ പേരാണ് നവോത്ഥാനം. ആ തരത്തിലുള്ള ഒരു ചർച്ച രൂപപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. കൃത്യസമയം എടുത്ത് നമ്മുടെ ഈ പ്രഭാഷണങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ചർച്ചയ്ക്ക് ശ്രീ MB മനോജ് വെച്ച് രൂക്ഷമായ വാദപ്രതിവാദങ്ങൾക്ക് കളമൊരുങ്ങുന്ന ചില നിരീക്ഷണങ്ങളും വർത്തമാനകാല പ്രാതിനിധ്യ സ്വഭാവങ്ങൾ എങ്ങനെ അട്ടിമറിക്കുന്നു എന്നുള്ള വസ്തുതകളുമാണ്. വളരെ രൂക്ഷമായ ആശയപ്രതിവാദങ്ങൾക്കും സംവാദങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും കൂട്ടിച്ചേർക്കലുകൾക്കുമായി ബാക്കി സമയം നമുക്ക് വിനിയോഗിക്കാം. ക്ഷണിക്കുന്നു. എൻ്റെ പേര് രാജൻ. വളരെ വളരെ നെഗറ്റീവായി എന്നെ ബാധിച്ച 3 പ്രസംഗങ്ങളാണ് മാഡത്തിന്റെ ഒഴികെ 3 പേരുടെ പ്രസംഗങ്ങളെ ഞാൻ വിലയിരുത്തുന്നത്. ഇത് ക്വസ്റ്റ്യൻ ആയിട്ടല്ല, 2 വാക്ക് പറയേണ്ട ആവശ്യം തന്നെ ഉള്ളത് കൊണ്ടാണ്. കാരണം ഒരു സ്പെക്ടേറ്റർ എന്ന രീതിയിൽ, ഞാൻ ഇവിടുത്തെ ഒരു പൗരൻ എന്ന രീതിയിൽ, കേരളത്തിലെ ഒരു പ്രജ എന്ന രീതിയിൽ ഇവർ 3 പേരും വെച്ചതും 3 സ്വപ്നലോകത്തെ ബാലഭാസ്കരന്മാർ ഇവിടെ സംസാരിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നിങ്ങളൊരു സർക്കാരിനെ അല്ലെങ്കിൽ ആ സർക്കാരിന്റെ ചെയ്തികളെ വിമർശിക്കുമ്പോൾ 100 കാര്യങ്ങൾ ചെയ്തതിൽ 91 കാര്യങ്ങൾ ശരിയും 9 കാര്യങ്ങൾ തെറ്റുമാവാം. അതൊരു സർക്കാരാണ്, ജനാധിപത്യ ഭരണഘടനയാണ്. ഇവിടെ ഒരു പ്രത്യേക വ്യക്തിക്ക് അയാൾ ഉദ്ദേശിക്കുന്ന എല്ലാ രീതിയിലും കാര്യങ്ങൾ ചെയ്യാനുള്ള സാമ്പത്തികമായ പിൻബലം ഇല്ലാത്ത ഒരു സ്റ്റേറ്റിനെ ആണ് നിങ്ങൾ 3 പേരും വളരെ മോശമായ രീതിയിൽ, സത്യത്തിന്റെ 10% പോലും ഇല്ലാത്ത രീതിയിൽ വിമർശിച്ചത്. നമ്മൾ ഇന്ന് രാവിലെ ഞാൻ വായിച്ചൊരു വാർത്ത, നിങ്ങൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കണം. സ്വന്തം അനിയൻ സ്വന്തം ചേച്ചിയെയും ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ച മറ്റൊരു ജാതിക്കാരനായ ആ യുവാവിനെയും വെട്ടി കൊന്ന് തലയറുത്ത് ആ തല പബ്ലിക് ടൗണിന്റെ മുക്കിൽ കൊണ്ട് വെച്ച ഒരു വാർത്ത വായിച്ചിട്ടാണ് ഞാൻ വരുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കേരള സമൂഹം പോകാതിരിക്കുന്നതും ഇവിടെ ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾ മഴവിൽ സഖ്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ തന്നെയാണ് ബംഗാളിലും മറ്റ് പല സ്ഥലങ്ങളിലും ഒക്കെ സംഭവിച്ചു. കുറെ മഴവിൽ സഖ്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇതിനൊക്കെ പൈസ എവിടുന്ന വരുന്നുള്ളത് ഞങ്ങൾ മലയാളികൾക്ക് അറിയാം. അതുകൊണ്ട് ഒരു വികസനവും ഇവിടെ ഉണ്ടായിട്ടില്ല. ഇവിടെ ഒരു കാര്യം നടന്നിട്ടില്ല. 1957 EMS-നെ ഇത്രയും മോശമായിട്ട് ഈ വ്യക്തി ഇവിടെ വിമർശിക്കും. ഞാൻ വ്യക്തി എന്ന് തന്നെയാണ് പറയുന്നത്, വളരെ ക്ഷോഭത്തോടു കൂടിയാണ് പറയുന്നത്. അദ്ദേഹം ആരായിരുന്നു? 64,000 ഏക്കർ ഭൂമി ഉണ്ടായിരുന്ന വ്യക്തി അത് മുഴുവൻ സമൂഹത്തിന്, പാർട്ടിക്കും ഇവിടുത്തെ ജനങ്ങൾക്കും കൊടുത്തിട്ട് ഒരു മുഖ്യമന്ത്രിയായി വയസ്സാം കാലത്ത് മരിച്ച ഒരു വാടക വീട്ടിൽ കിടന്നിട്ടാണ്. ആ വ്യക്തിയിലാണ് ഈ ഇദ്ദേഹം പറഞ്ഞത് ഭൂപരിഷ്കരണം പാകാക്കുന്നതിന് കേരളത്തിലെ എല്ലാ നമ്പൂതിരി ആലയങ്ങളിലും പോയി 5 ഏക്കർ വീതം സ്വന്താക്കാം പറ്റുന്നാണോ? ഏത് പുസ്തകത്തിനാണ് നിങ്ങൾ ഇത് വായിച്ചത്? അല്ലെങ്കിൽ ഏത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? ഇത് സംഭാഷണമാണോ, അതോ ഇത് പ്രഭാഷണമാണോ, അതോ തെറിവിളിയാണോ? അതൊന്നും ഇവിടെ അനുവദിക്കാൻ പോകുന്നില്ല. അല്ലല്ല, അത് മാഡം ഞങ്ങൾക്കുണ്ട് ചില അവകാശം. No, you didn't interfere when these 3 people are just abusing the government and abusing the 3 core people of Kerala. No, that cannot be agreed to. അത് പറയും, അത് പറയാൻ ഞങ്ങൾക്കും അവകാശമുണ്ട്, എനിക്കും അവകാശമുണ്ട്. അങ്ങനെയുള്ള പ്രഭാഷണങ്ങള് ഇത് ഏകപക്ഷീയമായി
ഞാൻ ചോദിക്കട്ടെ, 57 ഭൂപരിഷ്കരണ ബില്ല്, 57 വിദ്യാഭ്യാസ പരിഷ്കരണ ബില്ല്, 57 അതേപോലെ തന്നെ കുടിയിരിപ്പ് സമരത്തിന് അനുവദിച്ച കുടിയെടുപ്പിനുള്ള ബദലുകൾ, ഇതേപോലെ ഇപ്പൊ ഗവൺമെന്റ് ചെയ്യുന്ന 3.25 ലക്ഷം വീടുകൾ, 650 സ്ക്വയർ മീറ്ററുള്ള വീടുകളാണ് ഇപ്പൊ കൊടുക്കുന്നത്. ഇതൊന്നും പുരോഗമനല്ലേ? അതാണ് ഞാൻ പറയുന്നത്, കേരളത്തിലെ വിദ്യാഭ്യാസ സിസ്റ്റം, കേരളത്തിലെ ആരോഗ്യ സിസ്റ്റം, കേരളത്തിലെ പൊതുവിതരണം, ഇതൊന്നും കാണാതെ നിങ്ങൾ ഏകപക്ഷീയമായിട്ട് ഇങ്ങനെ ക്രൂശിക്കാൻ ശ്രമിച്ചാൽ അത് കണ്ടു നിൽക്കാൻ കഴിയില്ല മാത്രം. ഓക്കെ, പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മൾ ഈ പറയുമ്പോ എപ്പോഴും എതിർ ശബ്ദങ്ങളെ നമ്മൾ ബഹുമാനിച്ചുകൊണ്ട് അല്ല, അങ്ങനെ പറയും. ഒരാൾക്കാണെങ്കിലും, അതാണ് ജനാധിപത്യം, ഒരാൾക്കാണെങ്കിലും എതിർ ശബ്ദം ഉന്നയിക്കാനുള്ള അവസരമാണ് നമ്മൾ ഈ പറഞ്ഞ ഭരണഘടന നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് അഭിപ്രായം പറയാം, പക്ഷെ നമ്മൾ അത് വല്ലാതെ അധിക്ഷേപിക്കപ്പെടരുത്. ഇതിനോട് വളരെ സൗമ്യം, വളരെ ഈ എതിർ ശബ്ദങ്ങളെ ആദരിച്ചുകൊണ്ട് മാത്രം പ്രതികരിക്കാൻ ഞാൻ ഇവിടെ ഇരിക്കുന്ന 3 പേരും എൻ്റെ സുഹൃത്തുക്കളായ ഡോക്ടർ അജയ് ശേഖറും ഡോക്ടർ MP മനോജും അക്കാദമിഷ്യന്മാരാണ്, രാഷ്ട്രീയക്കാരല്ല. അക്കാദമിക രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുന്നവരാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പാർട്ടികളുടെ പടവാളുകളോ അതിൻ്റെ തൂലിക ഒന്നുന്നവരോ അല്ല ഞങ്ങൾ 3 പേരുമെന്ന് ആമുഖമായി സൂചിപ്പിക്കട്ടെ. ഞങ്ങൾ തീർച്ചയായിട്ടും നിഷ്പക്ഷരല്ല. ഞങ്ങൾക്ക് കൃത്യമായ പക്ഷമുള്ള 3 പേരാണ്. കൃത്യമായ പക്ഷമുണ്ട്, അത് സാമൂഹ്യ നീതിയുടെ പക്ഷമാണ്. പക്ഷെ എനിക്ക് പറയാൻ 3 കാര്യങ്ങളുണ്ട്. അത് പറയാതെ പോകുന്നത് ശരിയല്ല. ഒന്ന്, നമ്മളെല്ലാം കാര്യം പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പൊതുപണം ഒഴുകുന്നത് എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയാണ്. അതിനെപ്പറ്റിയാണ് അജയ് ശേഖറും MP മനോജും സൂചിപ്പിച്ചത്. അവിടെ ആദിവാസികളുടെയും ദളിതരുടെയും എയ്ഡഡ് മേഖലയിലെ പ്രാതിനിധ്യം 0.34%. ഈ ചോദ്യം ഉന്നയിക്കാൻ പാടില്ലെന്നാണോ നിങ്ങൾ കരുതുന്നത്? കേരളത്തിലെ ദേവസ്വം ബോർഡ് 90% സവർണരാൽ ഭരിക്കപ്പെടുന്ന സ്ഥാപനം. അവിടുത്തെ കോളേജുകൾ, സ്കൂളുകൾ, അഡ്മിനിസ്ട്രേറ്റീവ് സ്ഥാപനങ്ങൾ, അവിടുത്തെ ദളിതരുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് വട്ടപൂജ്യമാണെന്ന് പറഞ്ഞാൽ പോലും അത്ഭുതത്തിന് അവകാശമില്ല. അതിനെപ്പറ്റി MP മനോജും ഡോക്ടർ അജയ് ശേഖറും മിണ്ടരുതെന്നാണോ നിങ്ങൾ കരുതുന്നത്? കേരളത്തിലെ 22,000-ലധികം കോളനികളുണ്ട്. ആ കോളനികളിൽ ഭൂരിഭാഗവും കഴിയുന്നത് ദളിത്, പിന്നോക്ക, മുസ്ലിം ജനവിഭാഗങ്ങളാണ്. 3 സെന്റിനകത്തും 2 സെന്റിനകത്തും ശ്വാസം മുട്ടി കഴിയുന്നത്. അതിനെപ്പറ്റി ചോദ്യം ചോദിക്കരുതെന്നാണോ നിങ്ങൾ കരുതുന്നത്? അപ്പൊ ഇങ്ങനെ നിരവധിയായ ചോദ്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. ഞങ്ങൾ അക്കാദമിഷ്യന്മാരെന്ന നിലയ്ക്ക് കാര്യങ്ങളെ പ്രശ്നവൽക്കരിക്കുകയും അതിന്റെ ഡാറ്റ മുന്നോട്ട് വെക്കുകയും ചെയ്തുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ സംവാദത്തിനായി പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ അക്കാര്യത്തെ വളരെ ജനായത്തപരമായ ഒരു സംവാദമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ താല്പര്യപ്പെടേണ്ടത്. അതിനു പകരം വെല്ലുവിളിച്ചത് കൊണ്ടോ അസഭ്യം പറഞ്ഞതുകൊണ്ടോ ഒന്നും സത്യം സത്യമല്ലാതാവുകയോ വസ്തുത വസ്തുതയല്ലാതാവുകയോ ചെയ്യുന്നില്ല. അല്ലാതെ അക്കാദമിഷ്യന്മാരോട് തന്നെയാണ് ചോദിക്കുന്നത്. ഈ പൊളിറ്റിക്കൽ റൈവലറിയുടെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇത് പറയുന്നതെങ്കിൽ ഈ ചോദ്യം ഇല്ല. പക്ഷെ അക്കാദമിഷ്യനായിട്ട് പറയുമ്പോൾ ചില ചോദ്യങ്ങളുണ്ട്. ഇന്ത്യൻ പാർലമെന്റ് ഇന്ത്യയിലെ ഭൂഷാസിയുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് നിന്നിട്ടില്ല. അതിനെ വിമർശിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയെ വിമർശിക്കാൻ പാടില്ലാത്ത ഒരു സാധനമാണ് എന്ന് മനോജ് ഇവിടെ പറയുമ്പോൾ അതെങ്ങനെയാ അക്കാദമിഷ്യൻ എന്ന നിലയിൽ വിഴുങ്ങുന്നത്? ഇന്ത്യൻ പാർലമെന്റ് ഈ ത്രൂ ഔട്ട് കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കൊണ്ട് ഇന്ത്യയിലെ കോർപ്പറേറ്റുകളുടെയും ഇന്ത്യയിലെ ഭൂഷാസിയുടെയും താല്പര്യങ്ങൾ സംരക്ഷിച്ചു വന്നതിന്റെ ചരിത്രം നമുക്കറിയാം. അതിന്റെ ഡേറ്റ നമ്മൾക്കുണ്ട്. അതിൽ അന്യവൽക്കരിക്കപ്പെട്ട ദളിതരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെയും ചരിത്രമുണ്ട്. അപ്പൊ നമ്മൾ പാർലമെന്റിനെ വിമർശിക്കാതെ, ഭരണഘടനയുടെ അത്തരം ഭാഗങ്ങളെ വിമർശിക്കാതെ അത് എക്കാലത്തേക്കും പിറന്ന ഒരു വിശുദ്ധ ശിശുവായിട്ട് കാണാൻ പറ്റുമോ? അത് വിമർശിച്ച മനുഷ്യരെയും ഇവിടുത്തെ സംഘപരിവാർ ആളുകളെയും സമീകരിക്കുന്ന പണി VD സതീശൻ ചെയ്താൽ അത് മനസ്സിലാവും. പക്ഷെ MP മനോജ് അക്കാദമിഷ്യൻ എന്ന നിലയിൽ ഇവിടെ അവതരിപ്പിച്ചാൽ അത് തുടങ്ങാതെ വിഴുങ്ങിട്ട് പോകണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ആര് ഇനി പ്രതികരിക്കണം? അല്ല, മനോജ് പ്രതികരിക്കുന്നില്ല. തീർച്ചയായിട്ടും അല്ല, ഇത് പ്രതികരണം അർഹിക്കുന്ന ചോദ്യമാണ്. അതിന് എന്റേതായ നിലയ്ക്കുള്ള മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യൻ ഭരണഘടന തീർച്ചയായും വിമർശനരഹിതമായ ഒരു ഡോക്യുമെന്റ് അല്ല. തീർച്ചയായും എൻ്റെ അഭിപ്രായം അതാണ്. വിമർശനം ഉണ്ട് നമുക്ക് ഭരണഘടനയോട്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം,
നിങ്ങൾ ഇന്ത്യൻ ഭരണഘടനയെ പറ്റി വിമർശനം ഉന്നയിക്കുകയും ഭാരതീയ ന്യായ സംഹിതയെ പറ്റി ഒന്നും മിണ്ടാതിരിക്കുകയും ചെയ്യുക, പൗരത്വ നിയമത്തെ സംബന്ധിച്ച് മിണ്ടാതിരിക്കുക, സവർണ സംവരണം നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ച് മിണ്ടാതിരിക്കുക. ഞാനിവിടെ എൻ്റെ സംഭാഷണ സന്ദർഭത്തിൽ സൂചിപ്പിച്ചു, പുതിയ ഭാരതീയ ന്യായ സംഹിത വന്നു കഴിഞ്ഞു, ഇംപ്ലിമെന്റ് ചെയ്യപ്പെടാൻ പോകുന്നു. ആ ന്യായ സംഹിത അനുസരിച്ച് സത്യാഗ്രഹം ചെയ്യാൻ കഴിയില്ല നിയമം അനുസരിച്ച്. അതുപോലെ തന്നെ പുതിയ ന്യായ സംഹിത അനുസരിച്ച് നിങ്ങൾക്ക് കുറുവടിയുമായി, ദേശസ്നേഹത്തിന് വേണ്ടി കുറുവടിയുമായി റോഡിലൂടെ നിങ്ങൾക്ക് പരേഡ് നടത്താം, പക്ഷെ അല്ലാതെ കുറുവടി ധരിക്കാൻ പാടില്ല. അപ്പോൾ ആർക്കു വേണ്ടിയാണ് ആ കുറുവടി ന്യായം ഉണ്ടായിരിക്കുന്നത് വളരെ വ്യക്തമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ വിമർശനാത്മകമായി തീർച്ചയായും സംസാരിക്കുക തന്നെ വേണം. ആരാണ് ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിച്ചത് എന്നുള്ള സുപ്രധാനമായ കാതലുള്ള ചോദ്യം നമ്മൾ എന്തുകൊണ്ടാണ് ഉന്നയിക്കാത്തത്? ഇന്ത്യയിലെ സവർണ ജനവിഭാഗങ്ങളും സവർണ പതാകവാഹകരുമാണ് ഇന്ത്യൻ ഭരണഘടനയെ ഇന്നും അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്നത്. ആ യാഥാർത്ഥ്യത്തെ എന്തുകൊണ്ടാണ് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ചോദ്യം ചെയ്യാത്തത്? സാമൂഹ്യ സമത്വം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയത്തെ സവർണ സംവരണം കൊണ്ട് തുരങ്കം വെച്ചു പാർലമെന്റിലെ മുഴുവൻ ഭൂരിപക്ഷവും. അതിനെതിരെ എന്തുകൊണ്ട് ഇന്ത്യയിലെ കേരളത്തിലെ ജനങ്ങൾ യാതൊരക്ഷരവും മിണ്ടാതെ വായിൽ കദളിപ്പഴവുമായിട്ടിരുന്നു എന്ന ചോദ്യം നമ്മൾ ചോദിക്കണ്ടേ? എന്തുകൊണ്ട് നമ്മൾ ആ ചോദ്യം ചോദിക്കുന്നില്ല? നമ്മൾ അപ്പോൾ കദളിപ്പഴ ഉണ്ണികളായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഭാരതീയ സംഹിത പുറത്തു വന്നു, അതിന്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റും സെക്കൻഡ് ഡ്രാഫ്റ്റും പുറത്തു വന്നു. കേരളത്തിൽ എത്ര പേര് അതിനെതിരെ ന്യായ സംഹിതക്കെതിരെ എഴുതി? എന്റെ കണക്കുകൂട്ടൽ ഞാൻ വളരെ കുറച്ച് എഡിറ്റോറിയലുകൾ പോലും കണ്ടില്ല എന്നുള്ളത് നമ്മൾ കൊണ്ടു നടക്കുന്ന നിരക്ഷരതയുടെ ഏറ്റവും വലിയ തെളിവാണ്. വൈറൽ പ്രൊഫസർ ഡോക്ടർ മോഹൻ ഗോപാലിന്റെ 3 ഭാഗങ്ങളായി വന്ന പ്രബന്ധമല്ലാതെ ദേശീയ തലത്തിൽ പോലും ഭാരതീയ ന്യായ സംഹിതയെ വിമർശനാത്മകമായി സമീപിക്കുന്ന പ്രബന്ധങ്ങളൊന്നും തന്നെ കാണാൻ സാധിച്ചില്ല. മലയാളത്തിൽ പോലും വളരെ 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 ശുഷ്കമായി പോയി അതിനോടുള്ള പ്രതികരണം. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്തരം ആശയങ്ങളെ വിമർശിക്കാത്തത്? അതുപോലെ തന്നെ പശുവിനെ സംബന്ധിച്ച സ്ഥാനം, ഭരണഘടനയിൽ എങ്ങനെ പശു വന്നു? ആ പശു ഇപ്പോൾ നമ്മളെ തിന്നാനായി പുറത്തിറങ്ങി നിൽക്കുന്നു. ആ പശു ഇപ്പോൾ നമ്മളെ വഴിനീലെ അടിക്കാനായി വടിയുമായി നിൽക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളോടൊന്നും തന്നെ നമുക്ക് പ്രതികരണം ഇല്ലാതായി പോകുന്നത്? UGCയുടെ പുതിയ പോളിസി പുറത്തു വന്നു കഴിഞ്ഞു. എന്താണ്? ഡി റിസർവേഷൻ പോളിസിയാണ്. ഷെഡ്യൂൾഡ് കാസ്റ്റിനും OBCക്കുമായി മാറ്റിവെച്ചിരിക്കുന്ന തസ്തിക രായ്ക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാവുന്ന രീതിയിലേക്ക് ആ പോസ്റ്റുകളെല്ലാം ഡി റിസർവ് ചെയ്യുന്ന ഒരു പോളിസി ഇപ്പോൾ മേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇനിയിപ്പോ ഏതാനും ദിവസങ്ങൾക്കകത്ത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടും. എന്തുകൊണ്ടാണ് നമുക്ക് ക്ഷോഭം ഉയരാത്തത്? ഒരു ചെറിയ ചോദ്യം കൂടി ഞാൻ ഉന്നയിച്ച് അവസാനിപ്പിക്കാം. ആദ്യം പറഞ്ഞതിലേക്ക് തന്നെ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ പൊതുപണം ഒഴുകുന്നത് സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് മാത്രമല്ല, സർക്കാർ സ്ഥാപനങ്ങളുടെ ഇരട്ടി സർക്കാരിൽ നിന്ന് പൊതുപണം വിനിയോഗിക്കപ്പെടുന്ന കേരളത്തിലെ എയ്ഡഡ് സ്ഥാപനങ്ങള്, കോളേജുകള്, സ്കൂളുകളിലേക്കൊക്കെയാണ്. അവിടുത്തെ ദളിതരുടെയും ആദിവാസികളുടെയും പ്രാതിനിധ്യം 0.34%. എന്തുകൊണ്ടാണ് നമുക്ക് ആത്മരോഷം ഉണ്ടാകാത്തതെന്ന് മാത്രം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. വസ്തുതകൾ ഉള്ളപ്പോൾ തന്നെ കേരളത്തിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾക്കെതിരെ പ്രതിരോധം ഉയർന്നിട്ടില്ല, സമരം ഉയർന്നിട്ടില്ല എന്നുള്ളത് വസ്തുതാ വിരുദ്ധവുമാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം ഇതിനെയൊക്കെ ഇത്തരം പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ കുറിച്ച് അതിനെക്കുറിച്ചുള്ള വരുത്താൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ച്, അതുണ്ടാക്കാവുന്ന അപകടങ്ങളെ കുറിച്ച് ഏറ്റവും അധികം ചർച്ച ചെയ്തിരിക്കുന്നത് കേരളത്തിലെ അക്കാദമിക സമൂഹമാണെന്ന് എനിക്ക് നേരിട്ട് അറിയാം എന്നുള്ളത് കൊണ്ട് എനിക്ക് നിശബ്ദമാകാൻ സാധ്യമല്ല. ഇനിയും എൻ്റെ പേര് ജയപ്രകാശ് വളരി എന്നാണ് എന്നെ അറിയപ്പെടുന്നത്. മനോജ് എനിക്കറിയാം, മാഷ്ക്കും അറിയാം. നവോത്ഥാനം ദലിതർക്ക് മാത്രമല്ല ആണ് എൻ്റെ വിശ്വാസം. ഇവിടുത്തെ നായർ കമ്മ്യൂണിറ്റി അച്ഛ എന്ന് വിളിച്ചു തുടങ്ങിയിട്ട് 100 വർഷത്തിന് താഴെയായിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഈ പറയുന്ന നവോത്ഥാനം ഇന്നും ഈ യുവജനോത്സവത്തില് മോഹൻ പഴിവളം വെച്ചാൽ മാത്രമേ നമ്മുടെ ആളുകൾ കഴിക്കുള്ളൂ. അവിടെ വേറൊരു ഒരു ദലിതനോ അവിടെ പോസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരു റെവല്യൂഷൻ കൊണ്ടുവരാനോ ഒരു ആൾട്ടർനേറ്റീവായിട്ട് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. പിന്നെ നമ്മൾ പറയുന്നുണ്ട് വലിയ വികസനം പറയുന്നുണ്ട്. ഭാരതകുമാറിന്റെ മുഖത്തേക്ക് മൂത്രം വെച്ചിട്ടാണ് നമ്മൾ റോക്കറ്റ് വിട്ടത്. കൂടി ആലോചിക്കണം. ഭാരതകുമാറിന് എന്ന് പറയുന്ന ഒരു ആദിവാസി ഗോത്രവർഗത്തിൽപ്പെട്ട ആളുടെ മേത്തേക്ക് മൂത്രം വെച്ചിട്ടാണ് നമ്മൾ ചന്ദ്രനിലേക്ക് റോക്കറ്റ് വിട്ടത്. ബൈജേഷ് ടിപ്വായി എന്ന് പറയുന്ന സംഘപരിവാറിന്റെ ആളുകൾ. അതുകൂടി കൂട്ടിച്ചേർത്ത് വായിക്കണം. നവോത്ഥാനം, ഇവിടുത്തെ നവോത്ഥാനം ആർക്ക് നവോത്ഥാനം എന്നറിയാം? നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന
കെ കരുണാകരൻ, കുട്ടപ്പൻ, ഡോക്ടർ കുട്ടപ്പൻ വിദ്യാഭ്യാസത്തിലും സംസ്കാരത്തിലും ഏറ്റവും ഉന്നതമായി നിൽക്കുന്ന ഡോക്ടർ കുട്ടപ്പനോട് നിങ്ങൾ ഹരിജൻ പട്ടികജാതി വർഗത്തിൽ കൂടിയാണോ നിങ്ങൾ പ്രവർത്തിച്ച് KPC പ്രസിഡന്റ് ആയത്? അപ്പൊ അതിന് കുട്ടപ്പ അപ്പൊ തന്നെ മറുപടി പറഞ്ഞു, താങ്കൾ മാരാർ സമുദായത്തിൽ നിന്ന് പ്രവർത്തിച്ചിട്ടാണോ നിങ്ങൾ കേരള മുഖ്യമന്ത്രി ആയതെന്നു അപ്പൊ തന്നെ മറുപടി പറഞ്ഞു. നമ്മുടെ നവോത്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ പൂരം തുടങ്ങി 100 വർഷമായിട്ടില്ല ഇവിടുത്തെ ദരിദ്രം. പൂരം വരുമ്പോ ഓടി പൊളിക്കുന്നു. ഈ രാജ്യത്താണ് ഇപ്പൊ പറയുന്നത്. വിളക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രിക്ക് വിളക്ക് കയ്യിൽ കൊടുക്കാണ്ട് നേരത്തെ അജയ് സാഗർ മാഷ് പറഞ്ഞു. വിളക്ക് കൊടുക്കാത്ത ഒരു കാലാണ് നമ്മുടെ രാജ്യത്ത്. ഒരു അനിൽ എന്ന് പറയുന്ന ചണ്ട പിടിച്ച നമ്മൾ നവോത്ഥാനം ഉദ്ഘോഷിക്കുന്ന ഈ ഗുരുവായൂർ ദേവസ്വത്തില് ചണ്ട കൊട്ടാൻ പോലും കഴിയാതെ അനിൽ എന്ന് പറയുന്ന ആളെ മാറ്റി നിർത്തി അത് രാജിവെച്ചു പോന്നു. കലാമണ്ഡലത്തിൽ പഠിച്ച ആൾ. എവിടെയാണ് നമ്മുടെ നവോത്ഥാനം? നവോത്ഥാനം എന്ന് പറഞ്ഞ ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന ദലിതർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവര്, അതിന് ദോഷം കൊണ്ടിട്ടൊന്നും കാര്യമില്ല ഇവിടുത്തെ കാര്യം. പിന്നെ സാമ്പത്തിക സംവരണത്തിന്റെ കാര്യമൊക്കെ നമുക്കറിയില്ല. അവർക്കറിയാം ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരെ നടപ്പിലാക്കിയെന്ന്. അവിടേക്കും ഞാൻ പോകുന്നില്ല. ഇന്ത്യയിൽ ആദ്യമായിട്ട് പറഞ്ഞത് സഖാവ് MS നമ്പൂതിരിപ്പാടാ. പക്ഷെ നമുക്ക് വിയോജിപ്പുണ്ട്. പാർട്ടി അത് വോട്ടിനിട്ട് തള്ളി. അന്നത്തെ പാർട്ടി കേന്ദ്ര കമ്മിറ്റി വോട്ടിനിട്ട് തള്ളി. പോട്ടെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ നവോത്ഥാനം. ഇതിന് ഈ 2 കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ ഇവിടുത്തെ സമയം ഇങ്ങനെ മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. ഒരു കാര്യം കൂടി പറയാം. അതായത് ഡോക്ടർ BR അംബേദ്കറിനോട് മഹാത്മാഗാന്ധി പറഞ്ഞു, നമ്മൾ സ്വരാജ്യ രാജ്യത്തിന് വേണ്ടി പോരാടണ്ടേ, സാമ്രാജ്യത്തിനെതിരെ. ഞങ്ങൾക്ക് സ്വരാജ്യമില്ലല്ലോ മഹാത്മാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനം. വൈക്കത്ത് ക്ഷേത്രത്തിൽ ജാതി തലപ്പൊലി നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി കോട്ടയത്ത് നിന്ന് വരുന്ന എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുണ്ട്. ഇതെല്ലാം നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുതി നിൽക്കേണ്ട ഒരു കാര്യമല്ല. യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും ആ യാഥാർത്ഥ്യത്തിന് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കുകയും ചെയ്യേണ്ട ഒരു കാലം കൂടിയാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. യാഥാർത്ഥ്യം ശബരിമല വിഷയം വന്നപ്പോ ഒരു ഗവൺമെന്റ് വലിയ പ്രതിസന്ധിയിലായി. ആ ഗവൺമെന്റിനെ പിടിച്ചു നിർത്തിയതാരാ? ഇവിടുത്തെ സാധാരണ തൊഴിലാളികളും അവരുടെ കൂട്ടായ്മ. പിന്നീട് എന്തെങ്കിലും ആ സമൂഹത്തിന് എന്തെങ്കിലും ലഭിച്ചോ? അപ്പം ഞാൻ ചർച്ചയ്ക്കില്ല, ഞാൻ അത്തരം ചർച്ചയായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ഒബ്സർവേഷൻ നടത്താനാണ് വന്നിട്ടുള്ളത്. അതായത് കേരളീയ സമൂഹം ഇന്ന് നേരിടുന്ന ഏറ്റവും ഗുരുതരമായ 2 ക്യാൻസർ ആണ്. വൺ ഈസ് ഇസ്ലാമോഫോബിയ ആൻഡ് അതർ ഈസ് ശൂദ്രൈസേഷൻ. ശൂദ്രവൽക്കരണവും ഇസ്ലാമോഫോബിയും. ഇസ്ലാമോഫോബിയയുടെ ഫൗണ്ടർ എന്ന് പറയുന്ന ആള് ഈ പറയുന്ന EMS നമ്പൂതിരിപ്പാടാണ്. കേരളത്തിൽ ഇത്രയധികം മുസ്ലിം വിരുദ്ധത ഉണ്ടാക്കിയിട്ടുള്ള ആള് EMS നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹമാണ് ശരീഅത്ത് വിവാദം കൊണ്ടുവന്നത്. മനസ്സിലായോ? ഇപ്പൊ അവരിങ്ങനെ EMS UCC വിവാദം കൊണ്ടുവന്നത്, യൂണിഫോം സിവിൽ കോഡ്. തെറ്റായ വാദങ്ങൾ പറയുമ്പോൾ നമ്മൾ വീണ്ടും തെറ്റായല്ല, ഇവ ശരിയായ വാദ്യം. അതെ, കള്ളം പറഞ്ഞ് ഇവിടെ ഈ പ്രതിപക്ഷത്ത് സദസ്സിൽ നിന്ന് ഉയർന്നിട്ടുള്ള വളരെ രൂക്ഷമായ ഒരു ശബ്ദം CPM-നെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിന്നെ ആക്രമിക്കുന്നു എന്നുള്ള ഒരു ഇതിലാണ്. എനിക്ക് പറയാനുള്ളത് EMS കേരളത്തിലെ ഈ സംഘപരിവാർ ആശയത്തിന്റെ പിന്നെ ഫിലോസഫർ ആരാണെന്ന് ചോദിച്ചാൽ അത് EMS ആണെന്നുള്ളത് സ്ഥാപിക്കാൻ നമുക്ക് 100 കണക്കിന് തെളിവുകളുണ്ട്. സംഘപരിവാറിന്റെ സൈദ്ധാന്തികൻ അഭിനവ ശങ്കരനാണ് അദ്ദേഹം. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. CPM M ഉണ്ടല്ലോ, M നമ്മളൊക്കെ കരുതുന്നത് മാർക്സിനെയാണ് ഉദ്ദേശിച്ചത്. യഥാർത്ഥത്തിൽ മനുവിനെ ആയിരുന്നു എന്നുള്ളത്. കാരണം അധികാരം കിട്ടിയ കാലത്ത് സമയം കളയാനില്ല. സമയം കളയാനുള്ള പരാമർശങ്ങൾ നമ്മൾ എന്താണോ പറയുന്നത് അതിനെ ആക്ടിവേറ്റ് ചെയ്യുക. ഐ ക്യാൻ പ്രൊഡ്യൂസ് സോളിഡ് എവിഡൻസ് ഫോർ ദാറ്റ്. CPM എന്നുള്ളത് ഒരു തീവ്ര ഹിന്ദുത്വ പ്രസ്ഥാനമാണെന്നുള്ളതിന് തെളിവിപ്പോ ഇപ്പൊ ഭരിക്കുന്ന ഈ സ്റ്റേറ്റ് തന്നെയാണ്. കാരണം പ്രത്യക്ഷത്തിൽ BJPക്കും RSSനെതിരെ വിമർശിക്കുകയും അധികാരം RSSനെയും BJPയെയും സംരക്ഷിക്കാൻ ഒരു ഒളിപ്പുമില്ലാതെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാർ.
ഇപ്പൊ തന്നെ ഒരു പിന്നെ SDPI മുസ്ലിം ചെറുപ്പക്കാരനെ കൊന്ന കേസിൽ പിന്നെ പ്രതി നടപടി ഉണ്ടായപ്പോ അയാൾക്കെതിരായിട്ട് കേസ് നടപടി ഉണ്ടാവുകയും 15 പേരെ തൂക്കാൻ വയ്ക്കുകയും ചെയ്തു. പക്ഷെ ആദ്യം ഈ കൊലയിലേക്ക് നയിച്ച സംഭവം ഉണ്ടല്ലോ, ആ കൊല അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടന്നിട്ടില്ല. അതിനൊരു പിന്നെ ഒരു പ്രോസിക്യൂട്ടർ പോലും വെക്കാതെ വളരെ വ്യക്തമായിട്ട് RSS പിന്നെ പരിപോഷണം നടത്തുന്ന പരിപാടിയാണ് ഈ കേരള സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് CPIM എന്നുള്ളത് കൃത്യമായിട്ട് മാർക്സല്ല മനുവാണെന്നുള്ളത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ സംവാദം ഇവിടെ അവസാനിപ്പിക്കുന്നു. തീർച്ചയായിട്ടും ഇത് അവസാനിക്കുന്ന സംവാദമല്ല, എല്ലാത്തരം അഭിപ്രായങ്ങളെയും ഇവിടെ സ്വാഗതം ചെയ്യുന്നു. കാരണം വളരെ ഇത്തരം ചില നിരീക്ഷണങ്ങൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം കൃത്യമായ നിരീക്ഷണങ്ങൾ, പലതും അക്കാദമികമായ നിരീക്ഷണങ്ങൾ, യാഥാർത്ഥ്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായി. അപ്പൊ ഇന്ന് വർത്തമാനകാല സാമൂഹിക സാംസ്കാരിക അവസ്ഥയിൽ കേരളം എങ്ങനെയായിരിക്കണം എന്നുള്ള അഭിപ്രായ രൂപീകരണം നടത്തുന്നതിന് ഉതകുന്ന അഭിപ്രായങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഈ സെഷൻ ഇവിടെ അവസാനിക്കുന്നു.